എല്ലാവർക്കും നമസ്കാരം. നമ്മള് ആൾത്തറ ക്ലബ് ഹൗസിന്റെ കെയർ ഓഫില് ഒരു ഡോക്ടറോട് സംസാരിക്കാം എന്നുള്ള ഒരു പകുതി ആരംഭിക്കുകയാണ്. നമ്മൾ എല്ലാ ആഴ്ചകളിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും പുതിയ പ്രോഗ്രാമായിട്ട് വരണമെന്നുള്ളതാണ് ആൾത്തറ ഗ്രൂപ്പ് തീരുമാനിച്ചേക്കുന്നത്. അതിന്റെ ഒരു മുന്നോടിയായിട്ട് കുടുംബത്തിലൊരു മനോരോഗ വിദഗ്ധൻ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വീട്ടിലെങ്ങനെ തിരിച്ചറിയാം, സഹായം തേടേണ്ടത് ആവശ്യകത എന്തൊക്കെയാണ് എന്നുള്ള വിഷയത്തിലാണ്. ഡോക്ടർ അംബരീഷ് ഇവിടെ ഓസ്ട്രേലിയയിലെ GP ആയിട്ട് ജനറൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. അദ്ദേഹം ഇവിടെ ഓസ്ട്രേലിയയിൽ വളരെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് ചാനലുകളിലൂടെയൊക്കെ ഇതുപോലത്തെ ചർച്ചകൾ നടത്തുകയും അതുപോലെ നന്നായി മലയാള ഭാഷയോട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് എനിക്ക് അറിയാം. എനിക്ക് പേഴ്സണലായിട്ട് പരിചയമുള്ള ആളാണ് ഡോക്ടർ അംബരീഷ്. വെൽക്കം ഡോക്ടർ അംബരീഷ്. അംബരീഷ് ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? നമസ്കാരം അല്ലെ? വിനോദ്. ഓക്കെ. അപ്പം ഇതിനെപ്പറ്റി ഒരു ആമുഖം എന്ന നിലയിൽ ഡോക്ടർ ആദ്യം പറയും. അതിനുശേഷം ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ളവർക്ക് ചോദ്യങ്ങൾ താഴെ എഴുതിയിടാം. മേളി വന്ന് സംസാരിക്കേണ്ടവർക്ക് അതിനുള്ള അവസരമുണ്ട്. എബി അത് നിയന്ത്രിക്കുന്നതായിരിക്കും. അനാമിക സീച്ച എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും പറഞ്ഞ് ഡോക്ടർക്ക് കൈമാറാം. സംസാരിച്ചോളൂ. ഒരു ആയിട്ട് പറഞ്ഞ് ഡോക്ടറിലേക്ക് കടക്കാം. നമുക്ക് പരിപാടി തുടങ്ങാം. അനാമിക. ഓക്കെ, അംബരീഷ് മൈക്ക് എടുത്തോളൂ. ഓക്കെ. നമ്മള് എപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആണ് നമ്മുടെ മൈൻഡിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ ഒടിഞ്ഞു, നമുക്കത് കാണാൻ പറ്റും. ചുറ്റും ഇരിക്കുന്ന ആളുകൾ അയാളെ എംപതൈസ് ചെയ്യും. അപ്പം അയാൾക്ക് ആ കൈ ഒടിഞ്ഞത് കാരണം ഒരു ഡിസബിലിറ്റി ഉണ്ട്. ഓൺ ദ അതർ ഹാൻഡ്, ഇതേ പ്രശ്നം മനസ്സിന് തട്ടിക്കഴിഞ്ഞാൽ ചുറ്റും ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റത്തുമില്ല. ഈ പറയുന്ന ആളുകളുടെ റെസ്പോൺസ് കാരണം യൂഷ്വലി നമ്മൾ അവരിൽ നിന്ന് തള്ളി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ആൻഡ് നമ്മുടെ നാട്ടിലെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് ഇതിന് ആവശ്യമായ ഒരു സപ്പോർട്ട് സിസ്റ്റം വളരെ കുറവാണ്. അതായത് ഒരു കൗൺസിലിങ് അല്ലെങ്കിൽ നമുക്ക് തെറാപ്പി സെഷൻസ് അതൊക്കെ ഒരുപാട് കുറവാണ്. ഞാൻ മെയിനായിട്ട് നമുക്ക് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡിപ്രഷനെ കുറിച്ചും പിന്നെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കൂടി വരുന്ന അഡിക്ഷൻസിനെ കുറിച്ചുമാണ്. ഡിപ്രഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതലും പുരുഷന്മാർക്കാണത് അതിൻ്റെ സിവിയറിറ്റി കൂടുതൽ. അതിൻ്റെ ഒരു സെൽഫ് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബിവറേജസിന്റെ ഫ്രണ്ടിൽ എപ്പോഴും നീണ്ടു നിൽക്കുന്ന ക്യൂ. അപ്പം നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് ആ ഡിപ്രഷന്റെ ഇന്റൻസിറ്റി കൂടി വരും. ആൻഡ് ഇപ്പൊ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾ നോക്കുന്നു, 30 വയസ്സുള്ള ഒരാളെ നമ്മൾ നോക്കുന്നു, ഒരു 60 വയസ്സുള്ള ഒരാളെ നോക്കുന്നു. 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമുക്കൊരു പ്ലാസ്റ്റിക് കപ്പ് കിട്ടിയാലും അവൻ സന്തോഷമായിട്ടിരിക്കും. അതേസമയം ഒരു 30 വയസ്സുകാരന് സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ കുറെ കൂടെ സമയമെടുക്കും, കുറെ കാര്യങ്ങളും കൂടെ വേണം. അല്ലെങ്കിൽ ഒരു 60 വയസ്സുകാരന് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അപ്പം ചില നമ്മുടെ പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം എന്നുള്ളതാണ്. അല്ല, വിഷമം അല്ല ഡിപ്രഷൻ. ഡിപ്രഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് കറക്റ്റായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പൂക്കടയിൽ പോയി, അല്ല പൂക്കടയിൽ, ഒരു പെർഫ്യൂം കടയിൽ മൂക്കടഞ്ഞവൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷന്റെ ഒരു പേഴ്സ്പെക്റ്റീവ്. നമുക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റാതെ വരിക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം. നമുക്കൊരു നല്ല ഊണ് കഴിക്കുന്നതിനൊരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ കഴിക്കാൻ നമുക്ക് ആഗ്രഹം. ഇതിപ്പം ആ ഊണ് കഴിച്ചില്ലെങ്കിലും നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും നമുക്ക് അത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ആ നൾനെസ്സിനെയാണ് നമ്മൾ കൂടുതൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരെ കണ്ടു കാണും, ഒരു പ്രായമാകുമ്പോൾ ആളുകൾ അങ്ങ് മിണ്ടാതെ മൗനിയായി പോകുന്നത്. അത് ഡിപ്രഷന്റെ ഒരു ഫീച്ചറാണ്. അതിന് പല തലത്തിൽ വരാം. അവസാനം നമ്മൾ റിയാലിറ്റിയുമായിട്ട് ടച്ച് വിട്ടുപോകുന്ന രീതിയിലും വരാം. ഡിപ്രഷന്റെ ഇന്റൻസിറ്റി കൂടുതൽ ആണുങ്ങളിലാണെന്ന് പറയാൻ കാരണം, ഈ ഡിപ്രഷൻ കാരണം സൂയിസൈഡ് ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അപ്പം നമ്മള് എന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:6 റേഷ്യോ ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് 6 പുരുഷന്മാര് സൂയിസൈഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു സ്ത്രീ അത് ചെയ്യുന്നു. സ്ത്രീകൾ സൂയിസൈഡ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, കൂടുതലും പുരുഷന്മാരാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിപ്രഷനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ. ഹലോ, കേൾക്കാമോ? ആരും കേൾക്കാം. കേൾക്കാം ഹലോ. കേൾക്കാം. ആ, അപ്പം ഹലോ, റോബർട്ട് ചോദിക്കാനാണോ വന്നത്? ഈ ഹലോ, പ്രവാസി ആ, ജീവിതത്തിലെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന രാജ്യത്ത് 6 പുരുഷന്മാരാണ് ഒരു 3 മാസത്തിനുള്ളിൽ സൂയിസൈഡ് ചെയ്തത്. പല പല അതെ, കാരണങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം കൂടെ ഒന്ന് പറയുവാണെങ്കിൽ, പ്രവാസി ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച്. ഓക്കെ. പ്രവാസ ജീവിതത്തിൽ പ്രധാനമായിട്ടും വരുന്നത് നമുക്കുള്ള സപ്പോർട്ട് സിസ്റ്റം കുറയുന്നു എന്നുള്ളതാണ്. ഇപ്പം സപ്പോർട്ട്സ് ഇപ്പം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാനും സം ആ, കാര്യങ്ങൾ പറയാനും ഒക്കെ ഉള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അപ്പം നമുക്ക് കൂട്ടായ്മയുടെ ഒരു എഫക്റ്റ് എപ്പോഴും വരും. അതിൻ്റെ അകത്ത് നമ്മൾ കരുതേണ്ട വേറൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി ഒരു നമ്മളെല്ലാവരും മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചാണ് നമ്മളെല്ലാവരും മനുഷ്യരായത്. അപ്പൊ ആ മൃഗീയമായ പല ആസക്തികളും നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ മനസ്സിനുണ്ട്. അപ്പം ആ ഒരു എവല്യൂഷന്റെ ആസ്പെക്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു നമ്മുടെ ഒരു കൂട്ടായ്മ, അതായത് നമ്മുടെ ഒരു ഗ്രൂപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോകുമ്പം നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ട്രിഗേർഡ് ആവും. അപ്പം നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം, നമ്മൾ ജനിച്ചു വളർന്ന ആളുകൾ, ഇതാണ് നമ്മുടെ മനസ്സിൽ സബ് കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പായിട്ട് കിടക്കുന്നത്. ആ ഗ്രൂപ്പിൽ നമ്മൾ പ്രവാസി ജീവിതത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ പുതിയൊരു എൻവയറമെന്റിലോട്ട് വരികയാണ്. അപ്പം അവിടെ വരുമ്പോഴത്തേക്കിനും അത് നാച്ചുറൽ റെസ്പോൺസ് ആണ് നമുക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടാകുക എന്നുള്ളത്. അത് വളരെ നമ്മൾ മൃഗങ്ങളിൽ നോക്കിയാലും നമുക്കത് കാണാം. ഇപ്പം നമ്മൾ കാട്ടിൽ നിന്ന് ഒരു ആനയെ നമ്മൾ പിടിച്ചോണ്ട് വന്നു, അത് കുറേ നാൾ അതിൻ്റെ അഗ്രഷനും എല്ലാം കാണിക്കും. കാരണം ആ പുതിയൊരു ജീവിതമായിട്ട് ഇണങ്ങി വരുന്നത് വരെ ആ അഗ്രഷനും ആ ദേഷ്യവും എല്ലാം അത് കാണിക്കും. അതൊരു ആങ്സൈറ്റി റെസ്പോൺസ് ആണ്. ഞാൻ ത്രെറ്റൻഡ് ആണ് എന്നുള്ളതാണ് ആ റെസ്പോൺസ്. നമ്മൾ പഴയ എവല്യൂഷണറി ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യന്മാര് കൂട്ടം തെറ്റിപ്പോയ മനുഷ്യന്മാരെ എല്ലാവരും
ഒന്നീ മൃഗങ്ങൾ പിടിക്കുകയോ അല്ലെങ്കിൽ കാട്ടിൽ ആഹാരമില്ലാതായി മരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ സബ് കോൺഷ്യസിൽ ഹാർഡ് വയേർഡ് ആയിട്ട്, അതായത് നമ്മുടെ ജീൻസിൽ ഹാർഡ് വയേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാക്ടറാണ്. പ്രവാസ ജീവിതത്തിലോട്ട് പോകുമ്പം അത് കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ പുരുഷന്മാരുടെ ഇടയിൽ ഡിപ്രഷൻ കൂടുതലാണ്. വിരക്തി വരുമ്പോൾ എന്തിന് നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ വരുന്നു. അതും ഈ പറഞ്ഞതുപോലെ സൂയിസൈഡിന് ഒരു എക്സ്റ്റെന്റ് വരെ കാരണമാകുന്നുണ്ട്. അപ്പം നമ്മള് അതാണ് അതിന്റെ എനിക്ക് ഒരു ഒരു കാര്യം. ചോദ്യം ചോദിച്ചോട്ടെ ഡോക്ടറെ? ഈ ഉം. ഡിപ്രഷൻ ഉള്ള ആളുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഇവർക്ക് ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? യെസ്, തീർച്ചയായിട്ടും. നമുക്ക് അതിൻ്റെ അകത്ത് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ്സിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസിന്റെ ഒരു 40% വിരക്തിയാണ്. പിന്നെ വരുന്ന ഒരു 20% മുതൽ 20% എന്ന് പറയുന്നത് ദേഷ്യവും ഇറിറ്റബിലിറ്റിയുമാണ്. നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിന് ദേഷ്യം, അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുക. പിന്നെ വരുന്ന ഒരു 10 മുതൽ 15% നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു എന്താ പറയാ, വിഷമമാണ്. ജനറൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒരു സാഡ് അഫക്റ്റ് എന്ന് പറയും അതിന്. അതൊരു സാഡ് അഫക്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പം അവർക്ക് ഇപ്പം നമ്മൾ യൂഷ്വലി കാണിക്കുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ നിത്യമായിട്ടുള്ള നമ്മുടെ ജീവിതചര്യങ്ങൾ ചെയ്യാൻ പോലും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു വിഷ്വൽ പേഴ്സ്പെക്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും കാലിലും ഓരോ ക്വിൻ്റൽ വെയിറ്റുള്ള ചാക്ക് കെട്ടിയിട്ടിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? അതുപോലൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് വരുന്നത്. അപ്പം ലാക്ക് ഓഫ് മോട്ടിവേഷൻ എല്ലാത്തിനും. ഒരു രാവിലെ എണീറ്റൊരു പല്ല് തേക്കാൻ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു എനർജി കാണില്ല. അതൊരു ഇത്. അപ്പം അവരുടെ ജനറൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ് മെയിൻ്റനൻസും ഒരുപാട് കുറയും. ഒന്ന് പല്ല് തേക്കുക, കുളിക്കുക, നല്ല ഡ്രസ്സ് ഇടുക, അതിനൊക്കെ ഒന്ന് കുറയും. ജോലിയിലുള്ള ശ്രദ്ധക്കുറവ് വരും. ഭക്ഷണത്തിലുള്ള താല്പര്യ കൂടുതലോ അല്ലെങ്കിൽ അമിതാഹാരമോ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് കാണിക്കും. എസ്പെഷ്യലി മധുരപദാർത്ഥങ്ങൾ കൂടിയ ആഹാരം കൂടുതൽ കഴിക്കാൻ ആ ഒരു ടെൻഡൻസി വരും. പുകയൊക്കെ വലിക്കുന്ന ആളുകളാണെങ്കിൽ കൂടുതൽ സിഗരറ്റ് വലിക്കുക. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് ക്വിക്കായിട്ട് ഡോപ്പമിൻ കിട്ടും ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോഴും നമ്മുടെ ഈ പുക വലിക്കുമ്പോഴും. അപ്പം ആ താൽക്കാലികമായിട്ടുള്ള ആ സെറട്ടോണിൻ ഇഷ്യൂസിനെ അത് ടാക്കിൾ ചെയ്യാൻ അതിന് പറ്റും. പിന്നെ ആഹാരം കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പം വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. ചില ആളുകൾക്ക് ഡിപ്രഷൻ വരുമ്പോഴത്തേക്കിന് വെയിറ്റ് ലോസ് ഉണ്ടാവാം. ഈ വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന ഡിപ്രഷനാണ് കുറെ കൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിപ്രഷൻ. നമ്മുടെ കൂട്ടത്തിൽ എസ്പെഷ്യലി മധ്യവയസ്കരായ സ്ത്രീകൾക്ക് കൂടുതലും വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടാവുന്നത്. കാരണം അവർക്ക് ആഹാരം കൂടുതൽ കഴിക്കുകയും ക്രേവിങ്ങുകൾ ഉണ്ടാവുകയും അങ്ങനെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നതാണ് സ്ത്രീകൾക്ക് കാണുന്നത്. പക്ഷെ അതേസമയം വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ കൂടെ ഭീകരമായ ഒരു ഡിപ്രഷനാണ്. ആഹാരത്തിൻ്റെ അടുത്ത് ടോട്ടൽ വിരക്തി ഉണ്ടാവുക. ജനറലി നമ്മൾ ഒരു റൂൾ ഓഫ് തമ്പ് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കെയർ, ഇന്ററാക്ഷൻ വിത്ത് പിയർ ഗ്രൂപ്പ്, പിന്നെ പ്രൊഡക്ടിവിറ്റി കുറയുക, ഇതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നു. എൻ്റെ ഇറിറ്റബിലിറ്റി കൂടുക, ഇതൊക്കെയാണ് സാധാരണ ഡിപ്രഷൻ്റെ ഒരു നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട സിംറ്റംസ്.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂയിസൈഡിലോട്ട് പോകുന്ന പുരുഷന്മാരുടെ ഇടയിൽ ഈ ദേഷ്യം കുറച്ച് കൂടുതൽ കാണും. പിന്നെ അവരുടെ വിഡ്രോവലും കുറച്ച് കാണും. അത് നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു എക്സ്റ്റെന്റ് വരെ അത് കാണാനും പറ്റും. ഹലോ. ഡോക്ടർ, ഒരു ചോദ്യം. സഞ്ജു ആണ് പാസ് ചോദിച്ചത്. ഞാൻ അടുത്ത സമയത്ത് ഈ പലരുമായിട്ടൊക്കെ ചോദിച്ചും ചില നമ്മുടെ അടുത്തൊക്കെ വരുന്നതായിരുന്നു. അപ്പോ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന വളരെ ഹാപ്പി ആയിരുന്ന ഒരു പെൺകുട്ടി അതിനടുത്ത സമയത്ത് ഒരു ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ മൈൻഡ് എല്ലാം മാറി. പിന്നീട് എപ്പോൾ നോക്കിയാലും കരച്ച്, പിന്നെ കാണുന്നത് ഞാൻ ചോദിച്ചപ്പോഴെല്ലാം ഒരു ഭയപ്പാടോടുകൂടെയാണ് കാണുന്നത്. ആരെ കണ്ടാലും പേടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ വരുന്നത് അത് എന്തുകൊണ്ടായിരിക്കാം? അങ്ങനെ വരുന്നത് ജോലിയുടെ പ്രശ്നം കൊണ്ടാണോ അതോ മറ്റു വേറെ എന്തെങ്കിലും കൊണ്ടാണോ അതിനൊരു പെട്ടെന്ന് പ്രത്യക്ഷ നോക്കിയാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ? ഈ സിറ്റുവേഷൻ അത് രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഈ പെൺകുട്ടികൾക്ക്, ഈ പറഞ്ഞ ആൾക്ക് ഒരു അണ്ടർലൈങ് ആയിട്ടൊരു ആങ്സൈറ്റി ഡിസോർഡർ കണ്ടിരിക്കാം. പിന്നെ അല്ലെങ്കിൽ പുതിയൊരു എൻവയറമെന്റിൽ വന്നപ്പോഴുള്ള ഒരു സ്ട്രെസ്സിന്റെ പാർട്ടായിട്ട് ഇത് വരാം. അപ്പം അണ്ടർലൈങ് ആങ്സൈറ്റി ഡിസോർഡർ നമ്മുടെ ഈ പുതിയ ജോലി സ്ഥലത്ത് ജോയിൻ ചെയ്തതിന്റെ സ്ട്രെസ്സും കൂടെ വന്നപ്പോൾ അത് കുറെ കൂടെ അത് വെളിയിൽ വന്നതാകാം. പിന്നെ പുതിയൊരു സ്ഥലത്ത് നമ്മൾ പുതിയൊരു ജോലിക്ക് കയറുമ്പോൾ എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനാറിയോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ ഗ്രൂപ്പിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ അണ്ടർലൈങ് ആയിട്ടുള്ള സ്ട്രെസ് അത് വെളിയിൽ വരും. അപ്പം അതായിരിക്കാം ഒരു കാരണം. പിന്നെ നമ്മുടെ നാട്ടില് ഈ ആങ്സൈറ്റിയും ഒരുപാട് കുറച്ചാണ് ആളുകൾ ഡയഗ്നോസ് ചെയ്യുന്നത്. വളരെ കോമൺ ആയിട്ട് ആങ്സൈറ്റി നമ്മുടെ നാട്ടിൽ പറയുന്നതിൻ്റെ ഒരു കാര്യം പറയാം. ആളുകൾ പറയും, അല്ലെങ്കിൽ ഈ പെങ്കൊച്ച് ഭയങ്കര മിടുക്കിയ, വീട് വിട്ട കോളേജ് വിട്ട വീട്, വഴിയിൽ കാണുന്ന ആരുമായിട്ടൊന്നും സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ അയ്യോ ഭയങ്കര ഈശ്വര വിശ്വാസിയ, ദിവസം 4 നേരം പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും, അതും ഒരു ഫീച്ചർ ആകാം. അല്ലെങ്കിൽ ഭയങ്കര വൃത്തിക്കാരിയ, തുണിയെല്ലാം ഭയങ്കരമായിട്ട് അടക്കിക്കൊണ്ടുവരും, കഴുകാനുള്ള തുണി വരെ നമ്മൾ മടക്കിയാണ് ഈ കൊച്ചു കൊണ്ടുവരുന്നത്. അപ്പം അതും ഒരു ആങ്സൈറ്റിയുടെ ഇതാണ്. അപ്പം അത് അൺഡയഗ്നോസ്ഡ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരാൾ, അതൊക്കെ ഒരു ആങ്സൈറ്റിയുടെ വ്യതിയാനമായ ഒബ്സസീവ് കമ്പൾഷന്റെ ഒരു പാർട്ടായിട്ട് വരും. ഡോക്ടർ, ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. നിലവില് മറ്റൊരു ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ച് നമ്മുടെ റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? മറ്റൊരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പേഴ്സൺ അതായത് റിയാലിറ്റിയുമായിട്ട് ടച്ച് വിട്ടു. അദ്ദേഹത്തിന്റെ വീടിന് മുൻവശത്തുള്ള ഒരു മാവിന്റെ ചുവട്ടില് ഒരു ടെന്റ് അടിച്ച് അവിടെയാണ് താമസിക്കുന്നതും, അവിടെയാണ് പാചകം ചെയ്യുന്നതും, അവിടെ നിന്നാണ് ജോലിക്ക് പോകുന്നതും, കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വീടുമായിട്ട് അത് യാതൊരു ടച്ചപ്പും ഇല്ലാതെ പുള്ളിയുടേതായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുകയാണ് എന്റെ ഒരു അയൽക്കാരൻ. അതിന് ഈ പറഞ്ഞ പോലെ അതൊരു എക്സ്ട്രീം ഫോമാണ്. അത് ഏത് മാനസിക ആരോഗ്യ പ്രശ്നം വന്നാലും അതിൻ്റെ ഫൈനൽ ഇതാണ് റിയാലിറ്റിയുമായിട്ട് ടച്ച് വിടുക എന്നുള്ളത്. അപ്പം ആ ഒരു സ്റ്റേറ്റിനെയാണ്, അതായത് നമ്മുടെ റിയാലിറ്റിയുമായിട്ട് ടച്ച് വിടുന്ന ഒരു സ്റ്റേറ്റിനെയാണ് സൈക്കോസിസ് എന്ന് പറയുക. ഈ പറയുന്ന ആൾക്ക് ഇപ്പം നമ്മുടെ ഈ ഷോർട്ടായിട്ടുള്ള ഒരു കൺവെർസേഷൻ വെച്ചിട്ട് ഇയാൾക്ക് സൈക്കോസിസ് ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതോ അത് പുള്ളിയുമായിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ.
സൈക്കോസിസ് ഉള്ള ഒരു രോഗിക്ക് നമ്മൾ റിയാലിറ്റിയുമായിട്ട് ടോട്ടലി ഒരു കണക്ഷനും കാണത്തില്ല. അത് സമയമായിക്കോട്ടെ, അത് സ്ഥലമായിക്കോട്ടെ, അത് പേഴ്സൺ ആയിക്കോട്ടെ. ഈ 3 ഫാക്ടേഴ്സും ഇവർക്ക് റിയാലിറ്റിയുമായിട്ട് ടച്ച് കാണത്തില്ല. അവർ പറയുന്നതിന് നമ്മുടെ റിയാലിറ്റിയുമായിട്ടൊരു ടച്ച് കാണത്തില്ല. അപ്പം യൂഷ്വലി സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് അറ്റ് റിസ്ക് ഫോർ ഹിംസെൽഫ് ഓർ ഫോർ അതേഴ്സ്. നമ്മൾ ഫോർ എക്സാമ്പിൾ സൈക്കോസിസ് ഉള്ള ഒരാൾ അടുത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു കൊലപാതകയാണെന്നോ അല്ലെങ്കിൽ ഇയാളെ കൊല്ലാൻ വരുന്ന ഒരാളാണെന്നോ ഉള്ള ഒരു തോട്ട് വരാം. അപ്പോൾ ഇയാൾ ഡിഫെൻസീവായിട്ട് നിന്ന് ആളുകളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാം. അല്ലെങ്കിൽ സൈക്കോട്ടിക് ആയിട്ട് ഒരാൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് സ്വന്തം മനസ്സിൽ തന്നെ ഇങ്ങനെ ശബ്ദങ്ങൾ പറയുകയും, അതായത് നീ മരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പോയി സൂയിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ട്. സോ ദേ ആർ അറ്റ് റിസ്ക് ഫോർ ദംസെൽവ്സ് ഓർ ഫോർ അതേഴ്സ്. അപ്പം ആ ഒരാൾക്ക് നിർബന്ധമായിട്ടുള്ള ചികിത്സ, അതായത് അവര് സൈക്കോട്ടിക് ആയിട്ട് ഒരാൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ അവരെ നമ്മൾ കൺഫൈൻ ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് കോസ് ഓഫ് സൈക്കോസിസ് അത് പല കാരണങ്ങളാവാം. നമ്മൾ പറഞ്ഞ ഡിപ്രഷൻ, ആങ്സൈറ്റി, സിഷോഫ്രീനിയ, അല്ലെങ്കിൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് വരാം. ഇതിനെല്ലാം നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ ട്രീറ്റ് ചെയ്യുകയും ആ സൈക്കോസിസിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും പിന്നെ റിയാലിറ്റിയുമായിട്ട് ടച്ച് വരുന്നതനുസരിച്ചാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ തിരിച്ചു വിടുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. If that- ചാറ്റിൽ വന്നൊരു ക്ലിയർ ചോദ്യമാണ്. ആയിട്ടുണ്ട് സർ. ഓക്കെ. മൗനമായി ഇരിക്കുന്നതാണ് ഡിപ്രഷന്റെ തുടക്കം എന്നറിഞ്ഞു. ഈ മൗനം പിന്നീട് വാചാലമാകുമോ? സ്ഥലകാലങ്ങൾ നോക്കാതെ തുടർച്ചയായി സംസാരിക്കുന്നത്, അത് മണിക്കൂറോളം നിർത്താതെ ആരോടൊന്നുമില്ലാതെ സംസാരിക്കുന്നത് ഡിപ്രഷന്റെ വേറൊരു സ്റ്റേജ് ആണോ? തീർച്ചയായിട്ടും. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡിപ്രഷന്റെ ഫൈനൽ ഇത് വരുന്നത് ചിലപ്പോൾ സൈക്കോസിസോ അല്ലെങ്കിൽ സൂയിസൈഡോ ആവാം. അപ്പം സൈക്കോസിസ് വരുന്ന ഒരാൾക്ക് ഈ റിയാലിറ്റിയുമായിട്ട് ടച്ച് വിട്ടിട്ട് ഫൈനലി ഒരുപാട് സംസാരിച്ചും തുടങ്ങാം. ഡോക്ടറെ ഒരു ചോദ്യം ചോദിക്കാമല്ലോ? അതെ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇതുപോലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട്. അന്നേരം ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആണ് താനും. പക്ഷേ അവൻ ഈ ഡോക്ടറെയും പലരെയും കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഈ കുട്ടിയുടെ പെർമിഷൻ വേണം. പക്ഷേ കുട്ടി ഒരിക്കലും അതിന് റെഡി ആവുന്നുമില്ല. ഇവൻ പോകുന്ന കാര്യം പറയുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ്, അത് റെഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ കുട്ടിയുടെ ഈ കൺസെന്റ് ഇല്ലാതെ അവരിത് അറ്റൻഡ് ചെയ്യത്തുമില്ല. അന്നേരം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഓക്കെ, കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ഓക്കെ, അപ്പം എബോ 18 21 എബോയാ. ഓക്കെ, അപ്പം ഇത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എന്നാൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷനുമാണ്. അതായത് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഡിനയൽ എന്ന് പറയും. അപ്പം ഇവര് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ യൂഷ്വലി 80% ആളുകളും നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്താൽ കൺവിൻസ്ഡ് ആകും എന്നുള്ളതാണ്. അതിന് നമ്മൾ ഫൈനായിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻ, അപ്പം അവരുടെ ജീവിതത്തിൽ തന്നെ വന്ന സിറ്റുവേഷൻസ് എടുത്ത് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചാൽ പലർക്കും ആ ഒരു ഇൻസൈറ്റ് കിട്ടുകയും അതനുസരിച്ച് അവർ ഹെൽപ്പ് സീക്ക് ചെയ്യുകയും ചെയ്യും. എസ്പെഷ്യലി ഈ യൗവനത്തിലുള്ള ഈ പറഞ്ഞ ഏർലി ടീൻ കഴിഞ്ഞ് ഏർലി 20s ആളുകൾക്ക് അവർക്കൊരു ആ ഒരു അക്സെപ്റ്റൻസ്, അതായത് എനിക്കിങ്ങനെ മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചുറ്റും ഇരിക്കുന്നവർ നോക്കുമ്പോഴത്തേക്കിനും ഒരു കൈ ഒടിഞ്ഞ ഒരാളെ നമുക്ക് കാണാൻ പറ്റും.
അയാളെ നമുക്ക് എമ്പതൈസ് ചെയ്യാൻ പറ്റും, നമ്മൾ അയാൾക്ക് വേണ്ട സഹായം കൊടുക്കും. അതേസമയം ഇത്രയും തന്നെ ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു അസുഖം, മാനസികമായിട്ട് അസുഖമുള്ള ഒരാൾ, അയാൾ സഹായം ചോദിക്കത്തില്ല, നമ്മൾ എമ്പതൈസ് ചെയ്യത്തില്ല, അത് നമ്മൾ സഹായം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് തള്ളി മാറ്റുകയും ചെയ്യും. അപ്പം അത് വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു കഥയാണ്. ഇതുപോലെ തന്നെ വേറെ ഒരു സിറ്റുവേഷൻ, ഞാൻ എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ വന്നപ്പം 24 വയസ്സുള്ള ഒരു മകൻ, ഈ കുടുംബത്തിലെ എല്ലാവരും എന്നെയാണ് കാണിക്കുന്നത്. അപ്പം അമ്മ വന്ന് ഇതുപോലെ വിഷമം പറഞ്ഞു. ഇവൻ എപ്പോഴും മുറിയിൽ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം മിണ്ടാതിരിക്കും. ഞാൻ പറഞ്ഞു ഓക്കെ, അതൊരു തെറ്റായ പ്രവണതയാണ്. എന്നാൽ ചില സമയത്ത് പുള്ളി വെളിയിൽ ഇറങ്ങി വാചാലമാവുകയും ഒക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു ഒന്ന് എൻ്റെ അടുത്ത് കൊണ്ടുപോവാ, നമ്മൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. പുള്ളിയുമായിട്ട് എനിക്ക് നല്ല റിലേഷൻ ഉണ്ടായതുകൊണ്ട് അയാൾ എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വന്നപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് തൈറോയിഡും അയൺ ലെവൽസും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കാരണം ഈ കാണിക്കുന്ന ഇത് ശരിയല്ല എന്നുള്ളത്. അപ്പം ഈ ടെസ്റ്റുകൾ എഴുതിയതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പുള്ളിയുടെ അടുത്ത് ആദ്യം ചോദിച്ചു ഡ്രഗ്സ് വല്ലോ യൂസ് ചെയ്യുന്നുണ്ടോ. അപ്പം പുള്ളി പറഞ്ഞു ഇല്ല, ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഓക്കെ ശരി, നമുക്കൊരു യൂറിൻ ഡ്രഗ് സ്ക്രീനും നമുക്ക് ചെയ്തേക്കാം എന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ബ്ലഡ് എല്ലാം ചെയ്യും, എന്ത് കാരണവശാലും പുള്ളി യൂറിൻ ഡ്രഗ് സ്ക്രീൻ ചെയ്യത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഡ്രഗ് സ്ക്രീൻ ചെയ്യാത്തത്. അതെനിക്ക് യൂറിൻ ഡ്രഗ് സ്ക്രീൻ ചെയ്യുമ്പോഴത്തേക്കിന് അത് ഒരാളുടെ മുന്നിൽ വെച്ച് മൂത്രം ഒഴിച്ചാണ് കൊടുക്കേണ്ടത്, അത് ഇവിടുത്തെ ഒരു നിയമമാണ്. അപ്പം പുള്ളി ആ ഒരു ലൂപ്പ് ഹോളിൽ പറഞ്ഞു എനിക്ക് ഒരാളുടെ മുന്നിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഞാനപ്പം പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു മുടിനാര് കൊടുത്താൽ മതി, നമുക്ക് ആ മുടിയിൽ നിന്ന് നമുക്ക് ആ ഡ്രഗ് സ്ക്രീൻ ചെയ്യാൻ പറ്റുമല്ലോ. പുള്ളി ആ സിറ്റുവേഷനിൽ പുള്ളി ബ്രേക്ക് ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഇല്ല, ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, ഇവിടെ വന്നപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടങ്ങി നാട്ടിൽ ഡ്രഗ് എടുത്തുകൊണ്ടിരുന്ന ആളാണ്, എനിക്ക് കുറച്ച് ഡ്രഗ് പ്രഡലിങ്ങും ഉണ്ട്. അപ്പം അത് ഞാൻ ഈ മരുന്നുകൾ കഴിക്കുന്ന ഡ്രഗ്സ് കഴിക്കുന്ന സമയത്താണ് ഞാൻ മുറിക്കകത്ത് കൂടുതൽ സമയം ഇരിക്കുന്നത്. അപ്പം ആ ഒരു ഫാക്ടറും നമ്മൾ കരുതേണ്ടതാണ്. എസ്പെഷ്യലി ഹെൽപ്പ് സീക്ക് ചെയ്യാൻ മടിയുള്ള യങ്സ്റ്റേഴ്സ് വരുമ്പം ഈ 2 പോയിന്റാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഡോക്ടർ, ഇത് അതായത് ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആക്സസ് ഉണ്ട്, ഈ ഫാമിലിയായിട്ടും കുട്ടിയായിട്ടും ആക്സസ് ഉണ്ട്. അന്നേരം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള ഫാമിലി അല്ല ഇത്. അവർക്ക് സിബ്ലിങ്സും ഒക്കെ എല്ലാം ഉള്ളതാണ്, എപ്പോഴും വീടും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ഉള്ളതാണ്. അന്നേരം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല, അങ്ങനെ റൂം അടച്ചിരിക്കാറില്ല. പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞുള്ള ചില ഇങ്ങനെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പഠിത്തത്തിലാണേലും ടോപ്പ് ലെവലായിരുന്നു ഇയർ 10ഉം 11ഉം. 12 വന്നപ്പോൾ മുതലാണ് ഈ സ്ട്രെസ് വന്നിട്ട് ആ കുട്ടിക്ക് 80% ആയിപ്പോയി. 95 അതിനെ എബോ കിട്ടേണ്ട കുട്ടിയാണ്, 78 അങ്ങനെ കിട്ടിയുള്ളൂ, 80 ബിലോ അങ്ങനെ കിട്ടി. അങ്ങനെ ഒരു സ്ട്രെസ്സായി പിന്നെ അത് ഡിഗ്രിക്ക് ചേർന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്യുന്നത്, എനിക്കിത് കണ്ടിന്യൂ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അന്നേരം ഫാമിലി ആണേലും വളരെ വറീഡാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവരെ എങ്ങനെ ഇവരെ അതായത് ആരെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇത് സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഞാനും ഇവിടെ യൂസില്ല, അന്നേരം നമ്മളൊക്കെ ഇവിടുത്തെ സിറ്റുവേഷനുകൾ അറിയാമല്ലോ, അവരെ കൺസെന്റ് ഇല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയും എന്നാ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അവരും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ അല്ല, ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാ ചെയ്യണ്ടെന്നുള്ളത്. അതാണ്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ സെൽഫ് റിഫ്ലക്ഷൻ വീട്ടുകാർ ഫൈനായിട്ട് നോട്ട് ചെയ്ത് അത് കാണിക്കുക. പിന്നെ ഓൺലൈൻ ഹെൽപ്പ് സെന്റേഴ്സ് ഇവിടെ ഓസ്ട്രേലിയയിൽ അത് അവൈലബിൾ ആണ്.
അപ്പം ഫോർ എക്സാമ്പിൾ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഹെഡ് സ്പേസ് എന്ന് പറഞ്ഞ ഇതുണ്ട്. ഒരു ഓൺലൈൻ വെബ് പേജ് ആണത്. അതിൻ്റെ അകത്ത് നമുക്ക് തന്നെ ഇരുന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അതിനുള്ള സ്ട്രാറ്റജീസ് അതിൻ്റെ അകത്ത് അവർ പറയുകയും തരും. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് ജിം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഓൺലൈനാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇറ്റ്സ് ആക്ച്വലി നമുക്കൊരു ഡയഗ്നോസിസ് ആയിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ ആങ്സൈറ്റി ആണെന്നുള്ളതെങ്കിൽ അതിന് വേണ്ട മെൻ്റലായിട്ടുള്ള എക്സസൈസുകൾ അവർ പറയും. പിന്നെ ദിസ് വേ അപ്പ് എന്ന് പറഞ്ഞ് വേറൊരു വെബ് പോർട്ടലാണ്, അതും ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ മൈ കോമ്പസ്. സോറി ഇന്റർഫിയർ ചെയ്യുന്നതിന്. അതൊന്നുകൂടെ പറഞ്ഞു ഡോക്ടർ പ്ലീസ്, രണ്ടാമത് പറഞ്ഞത്. മൂഡ് ജിം MWD അല്ലേ? പിന്നെ മൂഡ് ജിം. മൂഡ് ജിം, മൂഡിന് അത് വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ ജിം. മറ്റുള്ള കൺട്രിയിൽ നിന്നും അത് ആക്സസ് ആയിരിക്കുമല്ലോ അല്ലേ? ആക്സസിബിൾ ആയിരിക്കുമല്ലോ അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കാരണം ഇവിടെ അതുണ്ട്. അപ്പം ഇവിടുത്തെ ബ്ലാക്ക് ഡോഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ഡോഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അപ്പം ഇവിടുത്തെ ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. ഒരു ഇമെയിൽ ID വേണം എന്നുള്ളതാണ് അതിൻ്റെ അത് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ. പിന്നെ മൈ കോമ്പസ് ഉണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് തന്നെ അതിൻ്റെ അകത്ത് നോക്കാം. അപ്പം അത് ഓൺലൈൻ പോർട്ടല്, അത് സെൽഫ് ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. സെൽഫ് ഹെൽപ്പും സെൽഫ് അസസ്മെന്റ് രണ്ടും ഓക്കെ, ഉണ്ട്. താങ്ക് യു. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. ഒരു ക്വസ്റ്റ്യൻ ആണ്. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്നതിലെ നാണക്കേട് അല്ലെങ്കിൽ ഒരു ഭയം, അതെങ്ങനെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റുക? ഓക്കെ, അത് നമ്മുടെ നാട്ടിലുള്ള ഒരു സ്റ്റിഗ്മയാണ്. ഓക്കെ, അത് വാസ്തവത്തിൽ പ്രശ്നം അത് നമുക്കല്ല, നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ആ ഒരു പെർസ്പെക്റ്റീവിന്റെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഭ്രാന്തനാണ് എന്ന് ഉള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ. പക്ഷെ നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് ഒരു ഭ്രാന്തിന് വേണ്ടി മാത്രമല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സൈക്യാട്രിസ്റ്റിനെ കാണാൻ ആവശ്യമുണ്ട്. ഇതിപ്പം നമ്മൾ ഒരു ഡോക്ടറിനെ കാണുന്നത് HIV വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നത് പോലെ ആയിപ്പോവും. അപ്പൊ ആ ഒരു സിറ്റുവേഷനാണ് അത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം യൂഷ്വലി ഈ ഡിപ്രഷനുള്ള മരുന്നുകൾ എടുക്കുന്ന ആളുകൾ സാധാരണ എൻ്റെ അടുത്ത് പറയുന്നത്, അയ്യോ അത് ഈ ഡിപ്രഷന്റെ മരുന്ന് എടുക്കാൻ എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ രാജ്യക്കാർക്കും ഒരു മടിയുണ്ട്. അത് ഇവിടെ ഓസ്ട്രേലിയൻസ് ആയാലും നമ്മുടെ നാട്ടിലെ ആളുകളായാലും ചൈനക്കാരായാലും അവർക്കൊക്കെ നമ്മൾ ആദ്യം ഈ മരുന്നിന്റെ കാര്യം, സിംറ്റംസ് വെച്ച് ഒരു മരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കിന് ആദ്യം ഒരു ഭയങ്കര മടിയാണ്. അപ്പം ആ ഒരു മടി നമ്മൾ ഓവർകം ചെയ്ത് മരുന്ന് കഴിച്ച ആളുകൾ, മരുന്ന് എഫക്റ്റീവായ ഒരു നല്ല ശതമാനം ആളുകൾ പറയുന്നത്, ഡോക്ടറെ ആ തന്ന മരുന്ന് എൻ്റെ ജീവിതം മാറ്റി എന്നാണ്. യൂഷ്വലി നമ്മൾ ഡിപ്രഷനും ആങ്സൈറ്റിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് SSRI എന്ന് പറഞ്ഞ മരുന്നാണ്. നമ്മൾ അതിൻ്റെ പേഴ്സ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും അടിഭാഗത്തിരിക്കുന്നിടത്താണ് നമ്മുടെ ചിന്തകൾ ഉടലെടുക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ള സെറട്ടോണിൻ ഹോർമോണിന്റെ അവൈലബിലിറ്റി കുറയുമ്പോഴാണ് ആളുകൾക്ക് ഡിപ്രഷൻ വരുന്നത്. അപ്പം ഈ സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ഈ സെറട്ടോണിൻ തിരിച്ച് നമ്മുടെ ബ്രെയിൻ അബ്സോർബ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. അപ്പം ആ സ്ഥലത്ത് സെറട്ടോണിന്റെ ലെവൽസ് കൂടുകയും ഡിപ്രഷന്റെ ഫീച്ചേഴ്സ് ഇല്ലാതാവുകയും ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ
ഈ ഡിപ്രഷന്റെ ഫീച്ചേഴ്സ് ഇല്ലാതാവുമ്പോഴത്തേക്കിന് ഏറ്റവും മെയിൻ ആയിട്ട് ഹിറ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ആം, ആ വിരക്തിയിലാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മളൊരു പെർഫ്യൂം ഷോപ്പിൽ പോയിട്ട് നമുക്ക് മണക്കാൻ പറ്റാത്ത ഒരാൾ, അപ്പൊ അയാൾ നോക്കുമ്പോഴത്തേക്കിന് പലതരത്തിലുള്ള കുപ്പികൾ മാത്രം ഇരിക്കുന്നു. അതിൻ്റെ അകത്ത് എന്താണ് നമ്മള് ഇത് നേരത്തെ നമ്മൾക്ക് ചോദിച്ച ചോദ്യത്തിനും കൂടെ ഒരു ഉത്തരമായിട്ട് വരും. അപ്പൊ നമ്മള് അയാളുടെ അടുത്ത് പറയാണ്, നീ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിനക്ക് മണം കിട്ടാത്തത്. അയാൾക്ക് മണം അറിയാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ഒന്നും കൂടെ ശ്രമിക്കൂ. അയാൾ പറയാണ്, എനിക്ക് മണം കിട്ടുന്നില്ല, നീ ശ്രമിക്കാത്തത് കൊണ്ടാണ്. നിനക്കെല്ലാം ഉണ്ട്, നിന്നെ ഞാൻ ഏറ്റവും നല്ല പെർഫ്യൂം കടയിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, എന്നിട്ട് നിനക്ക് എന്തിന്റെ കുഴപ്പം? അപ്പം ആ ഒരു പറയുന്ന ആൾക്ക് നമ്മൾ ആ വേണ്ട സഹായമല്ല ചെയ്തു കൊടുക്കുന്നത്. അവിടെ നമുക്ക് മൂക്ക് തുറക്കാനുള്ള ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ മരുന്ന് ഇത് ആസ്വദിക്കാൻ പറ്റുകയും ആ പെർഫ്യൂംസ് എന്താണെന്ന് അറിയാൻ പറ്റുകയും ചെയ്യും. അതുപോലെ മൈൻഡിന്റെ ആ ഒരു ഫാക്വൽറ്റിയാണ് ഇല്ലാതാകുന്നത്, നമുക്ക് വിരക്തി. ഓക്കെ, നമ്മള് സോറി, നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഒരു ഡോക്ടറുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്, അത് യൂഷ്വലി അത് ബിഹൈൻഡ് ദ ഡോർ ആണ്. ഒരു ഹിപ്പോക്രാറ്റിക് ഓർത്ത് വെച്ചിട്ട് അത് പുറത്ത് വേറൊരാളും അത് അറിയത്തുമില്ല. സോ നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സമയമാണ്. ആ സമയം നമ്മൾ ഹൊറിബിൾ ആയിട്ട് വേണോ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് കാണുന്ന ആ സൂര്യപ്രകാശമോ, അല്ലെങ്കിൽ നമ്മൾ പുറത്തടിക്കുന്ന ചെറിയ കാറ്റോ, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന ഒരു തണുത്ത വെള്ളത്തിനോ ആ ഒരു സുഖം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുള്ളത് സമയമാണ്. ആ സമയം നമ്മൾ ഓക്കെ ഈ ഒരു കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള സന്തോഷം ഇല്ലാതായിട്ട് വിരക്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാണ് അത് ഇല്ലാതാകുന്നത്. സോ ഇറ്റ്സ് അവർ ചോയ്സ്. ഡോക്ടറെ, ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ പെട്ടെന്നുണ്ടാകുന്നതാണോ അതോ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇതാണോ? ഇതിൻ്റെ അകത്ത് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരു എൻവയറമെന്റൽ ഫാക്ടറും ഉണ്ട്, ഒരു ജനറ്റിക് ഫാക്ടറും ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ തൊലിയുടെ കേസ് എടുക്കുക, നമ്മുടെ സ്കിൻ. ഓക്കെ, ചില ആളുകൾക്ക് പെട്ടെന്ന് നരയ്ക്കുകയും തൊലി ചുളുങ്ങുകയും ചെയ്യും. എന്നാൽ ചില ആളുകൾക്ക് അത് കുറെ കൂടെ കഴിഞ്ഞിട്ടേ ആ ഒരു പ്രായത്തിന്റെ ഇത് തട്ടത്തുള്ളൂ. അതേസമയം അങ്ങനെ നല്ല ജനറ്റിക്സ് ഉള്ള ഒരാൾക്ക് അയാൾ പുകവലിക്കുകയും പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുകയും വെയിലത്ത് നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ തൊലിക്ക് വളരെ പെട്ടെന്ന് പ്രായം തോന്നുകയും ചെയ്യും. അത് എൻവയറമെന്റ്, ആ ഏജിങ് ഫാക്ടറിന്റെ. അതുപോലെ ആണ് നമ്മുടെ തലച്ചോറിനകത്ത് നേരത്തെ പറഞ്ഞ പോലത്തെ സെറട്ടോണിൻ ഫാക്ടേഴ്സ് ഉള്ളത്. അത് കൊണ്ടാണ് ഒരു കൊച്ചു കുഞ്ഞിന് എപ്പോഴും സന്തോഷവും പ്രായമാവും തോറും നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം കുറയുകയും ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ഇത് ജനറ്റിക്കലി നമുക്ക് ഡിറ്റർമിൻഡ് ആയിട്ട് വരുന്ന ഒരു ഇതുമുണ്ട്. അതായത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ കളർ നമ്മുടെ ദേഹത്തുള്ള മെലറ്റോണിന്റെ എമൗണ്ട് പോലെയാണ്. അതുപോലെ തന്നെയാണ് ജനറ്റിക്കലി നമ്മൾ പ്രോഗ്രാംഡ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾ വളരെ പ്ലസന്റ് ആയിട്ടായിരിക്കും അവരുടെ ജീവിതം. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവരെപ്പോഴും സന്തോഷമായിട്ടിരിക്കും. അവർ വളരെ സന്തോഷമായിട്ട് വയസ്സാവും. അത് വാസ്തവത്തിൽ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പം ഈ ജന്മത്തിൽ നമുക്ക് ഓക്കെ എന്തൊക്കെ കിട്ടിയിട്ട് നമുക്ക് സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ജന്മം നമുക്കതൊരു ബുദ്ധൻ പറഞ്ഞതുപോലെ തന്നെ അതൊരു ടോർച്ചറാണ്. അതേസമയം നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ ജന്മം നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. സോ രണ്ടും ഉണ്ട്. അപ്പം ഈ ഒരാളുടെ തൊലി നമ്മൾ ഈ പ്രായമാവുന്നത് പോലെ ഓവർ ടൈം ഇത് ഡെവലപ്പ് ചെയ്ത് ഇതിന്റെ ഇന്റൻസിറ്റി കൂടും. ചോദ്യത്തിന് ഉത്തരം മനസ്സിലായോ ഞാൻ പറഞ്ഞത്?
മനസ്സിലായി ഡോക്ടറെ. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു എൻ്റെ അകത്ത് ഒരു കുടുംബാംഗം പോയിന്റും കൂടെ ഞാൻ പറയാമേ. ഓക്കെ. ആങ്സൈറ്റിയും ഡിപ്രഷനും ഉണ്ടാക്കുന്നത് സെയിം ന്യൂറോ ഹോർമോൺസ് ആണ്. അപ്പം ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് ഡിപ്രഷൻ ലേറ്റർ ഇൻ ലൈഫ് വരും. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി 10 years ഗ്യാപ്പ്. അപ്പം നമ്മൾക്ക് പേടിയുള്ളൊരു കൊച്ച് പ്രായമാവും തോറും ഡിപ്രഷനുള്ള ചാൻസ് കൂടും. അതും കൂടെ ഉണ്ട്. ഒരു കുടുംബാംഗം ചികിത്സയിലായിരിക്കുമ്പോൾ അവരുടെ വീണ്ടെടുക്കലിന് പിന്തുണ നൽകാൻ മറ്റ് കുടുംബാംഗങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, സി ദാറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ക്വസ്റ്റ്യൻ. അതാണ് നമുക്ക് ഈ ഒരു പോയിന്റ് എനിക്കൊരു 2 പേരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാരിച്ചതിനൊരു പ്രസക്തിയുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് അയാളുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലും കാലിലും ഈ ക്വിൻ്റൽ കണക്ക് വെയിറ്റ് കെട്ടിയിട്ടിട്ടാണ് അവർ ആ ജീവിതത്തിൽ നടക്കുന്നത്. അവർ രാവിലെ എണീക്കുന്നത് തന്നെ ഇറ്റ്സ് ആൻ എഫേർട്ട്. എണീറ്റൊന്ന് പല്ല് തേക്കുന്നത് തന്നെ ഒരു എഫേർട്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പെർഫ്യൂം കടയിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തി, ഓക്കെ നിങ്ങൾ മണത്ത് നോക്കുക, ഇത്രയും നല്ല മണങ്ങളാണ് ലോകത്തിരിക്കുന്ന സകല പുഷ്പങ്ങളുടെയും മണങ്ങളും എല്ലാം ഞാൻ ഇവിടെ അത്തറാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളത് മണത്ത് നോക്കുക എന്ന് പറയുന്നത്. അയാൾക്ക് മണക്കാൻ പറ്റില്ല. പിന്നെ നേരത്തെ നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു ഇവർക്ക് ഇറിറ്റബിലിറ്റി വരും, ഇവർ നമ്മളെ പുഷ് ചെയ്ത് മാറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവർക്ക് വേണ്ട സപ്പോർട്ട് സിസ്റ്റം കൊടുക്കേണ്ടത്. ഓക്കെ, ഇവർക്ക് ഡിപ്രഷൻ കാരണം ഇവർക്ക് ദൈനംദിന ജീവിതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എൻ ഇൻഡിക്കേഷൻ ടു സ്റ്റാർട്ട് മെഡിക്കേഷൻ. അപ്പം നമ്മൾ ആ മെഡിക്കേഷൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ SSRIs ആണ് കൂടുതലും. അതെടുത്തു കഴിയുമ്പോൾ അവരുടെ ആസ്പെക്റ്റും പേഴ്സ്പെക്റ്റീവും ഒക്കെ മാറും. നോർമലി ഒരു 3 weeks എടുക്കും നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് വരാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ മെജോറിറ്റി വാക്കുകൾ കൊണ്ടല്ല, നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാണ് വരിക. അപ്പം നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് ഉണ്ടാക്കുക, സ്റ്റേബിൾ ആയിട്ടൊരു എൻവയറമെന്റ് ഉണ്ടാക്കുക, ചികിത്സയ്ക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് എത്തിക്കുക. ഡിപ്രഷൻ മിമിക് ചെയ്യുന്ന അസുഖങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഡിപ്രഷൻ സാധാരണ മിമിക് ചെയ്യുന്ന ഇഷ്യൂസ് ഡയബറ്റിസ് മിമിക് ചെയ്യാം, തൈറോയിഡ് പ്രോബ്ലംസ് മിമിക് ചെയ്യാം, അയൺ ഡെഫിഷ്യൻസി മിമിക് ചെയ്യാം. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഡിപ്രഷന് മിമിക് ചെയ്യുന്ന ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പിന്നെ മെനോപോസും അത് മിമിക് ചെയ്യാം. അപ്പൊ ഇതൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഈ പറയുന്ന രോഗിയുടെ കൂടെ നമ്മൾ സമയം ചെലവാക്കുക, ഒരുമിച്ച് പുറത്ത് നടക്കാൻ പോവുക, അല്ലെങ്കിൽ എക്സസൈസ്, ഒരു ഗുഡ് കാർഡിയോ ആക്ടിവിറ്റി. അത് നല്ലൊരു, നമ്മൾ കാർഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്ത് തന്നെ നമ്മൾ ഒരുപാട് സെറട്ടോണിൻ ഓക്സിറ്റോക്സിനും എല്ലാം ശരീരം തന്നെ സെക്രീറ്റ് ചെയ്യും. അതൊരു നല്ലൊരു ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതേസമയം നമ്മൾ ഡോപ്പമിൻ സർജ് ഉള്ള കാര്യങ്ങൾ, അതായത് ഒരു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊരു ആശ്വാസം വരും. അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഡോപ്പമിൻ ലിബറേറ്റഡ് ആണ്. അപ്പം പെട്ടെന്നൊരു ആശ്വാസം കിട്ടിയിട്ട് പിന്നെയും നമ്മൾ ആ അഗാധമായ ഡിപ്രഷനിലോട്ട് പോവുകയും ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി ലെവല് ഉണ്ടാക്കുക, നല്ല ഉറക്കം നമ്മൾ പ്ലാൻ ചെയ്യുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കുക. ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് ചുറ്റും നിന്ന് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ റെഡ് ഫ്ലാഗ്സ് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യണം.
ഈ പറയുന്ന പെർട്ടിക്കുലർ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലോട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സൈക്കോസിന്റെ ഫീച്ചേഴ്സ് നോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ഒരിക്കലും നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല, സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. ഓക്കെ. ഡോക്ടറെ ഒരു ചോദ്യം ചോദിക്കാം. ഡോക്ടർ നേരത്തെ കുട്ടികളുടെ കാര്യം പറയാന്ന് പറഞ്ഞു, അടുത്ത അതിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ മെഡിക്കേഷൻ എത്രത്തോളം ഫലപ്രദമാണ്? ഒരു പ്രാവശ്യം നമ്മൾ ഈ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരുമോ? അതിന്റെ സൈഡ് എഫക്റ്റുകൾ എന്താണ്? അതിനെപ്പറ്റി കൂടെ ഒന്ന് പറയാം. ഓക്കെ, അത് ഈ 2 ടൈപ്പ് ഓഫ് ഡിപ്രഷൻ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് നമ്മുടെ സിറ്റുവേഷൻ കാരണം വരുന്നത്. നമ്മുടെ വളരെ അടുത്തുള്ള ഒരാള് മരിച്ചുപോയി, അപ്പൊ നമുക്കൊരു ഡിപ്രഷൻ വരും. ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കരകയറി ബെറ്റർ ആവും. ഓൺ ദ അതർ ഹാൻഡ് എൻഡോജിനസ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ജനറ്റിക് ആയിട്ട് നമുക്ക് സെറട്ടോണിൻ ലെവൽസ് കുറഞ്ഞ ആളുകൾ, നമുക്ക് പ്രായമാകുമ്പോൾ അത് പിന്നെയും കുറയും. അങ്ങനെ വരുന്ന എൻഡോജിനസ് ഡിപ്രഷന് നമ്മൾ ലൈഫ് ലോങ് മരുന്നെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ മരുന്നിന്റെ അഡ്വാൻറ്റേജസ് ഞാനൊന്ന് പറയാം. ഇത് ഡിപ്രഷൻ വരുന്ന ആളുകൾക്ക് വിരക്തി ഒരു ഫാക്ടർ ആയതുകൊണ്ട് ഇറ്റ്സ് വെരി കോമൺലി സീൻ അവർക്ക് ഏർലി ഡിമെൻഷ്യ വരും എന്നുള്ളത്. നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ആ ഡിമെൻഷ്യ പ്രിവെന്റ് ചെയ്യുകയും നമ്മുടെ ബ്രെയിൻ പ്രിസർവ് ചെയ്യുകയും ചെയ്യും. അതൊരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ആണ് നോക്കുന്നത്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ആയുസിന്റെ ദൈർഘ്യം 60 വയസ്സിൽ നിന്നുള്ളത് കേറി 70, 75, 80, 90 ഒക്കെ പോകുന്നുണ്ട് ആളുകൾ. അപ്പം ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന വാർദ്ധക്യത്തിന്റെ ബാക്കി സമയം നമുക്ക് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയമാണ് നമുക്ക് ആകെപ്പാടെ ഈ ജന്മത്ത് കയ്യിലുള്ള ഒരു കാര്യം. ആ സമയം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. അതിപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കാരണം നമുക്ക് ആ സന്തോഷം കിട്ടുകയാണ്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് സന്തോഷം കിട്ടുന്നു. അപ്പം ആ സന്തോഷം നമുക്ക് സന്തോഷമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പം അതിനും ഈ മരുന്ന് സഹായിക്കുന്നു. അപ്പം ഇതൊരു ബെറ്റർ രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 പേപ്പർ എടുക്കുക. ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ, ഒന്ന് നമ്മുടെ ഒരു A4 പേപ്പർ, പിന്നെ മൂന്നാമത്തത് ഈ A4 പേപ്പറിന് ഞാൻ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ലാമിനേറ്റ് ചെയ്തു. അപ്പം എന്നിട്ട് ഈ 3ലും ഞാനൊരു ഫൗണ്ടൻ പെൻ കൊണ്ട് എഴുതുകയാണ്. ടിഷ്യൂ പേപ്പറിൽ ഞാൻ എഴുതുമ്പോഴത്തേക്കിന് ആ മഷി പടർന്ന് ആ ടിഷ്യൂ പേപ്പറിലോട്ട് കയറും. ഓൺ ദ അതർ ഹാൻഡ്സ് ഞാൻ A4 വരയ്ക്കുമ്പോഴത്തേക്കിന് അതൊരു വരയായിട്ട് കിടക്കും. ഞാൻ ലാമിനേറ്റഡ് പേപ്പറിൽ വരയ്ക്കുമ്പോഴത്തേക്കിന് ആ മഷി ഡോട്ട് ആയിട്ട് കിടന്നിട്ട് എനിക്കത് വൈപ്പ് ചെയ്ത് കളയാനും പറ്റും. ഡിപ്രഷൻ ഉള്ള ഒരാളുടെ മാനസികാവസ്ഥ ആണ് ഞാൻ ഈ 3ആയിട്ട് പറഞ്ഞത്. അപ്പം ഡിപ്രഷൻ ഉള്ള ഒരാളുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടിഷ്യൂ പേപ്പർ കണക്കായിരിക്കും. അപ്പം നമ്മൾ പറയുന്ന എന്താ ഇന്നൊന്ന് കുളിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ അത് അങ്ങനെയാണ് കൊള്ളുന്നത്. അത് ഒരു ടിഷ്യൂ പേപ്പറിൽ ബ്ലോട്ട് ചെയ്യുന്നത് പോലെ ആ മനസ്സിൽ അത് ഡാമേജ് ഉണ്ടാക്കും. നോർമലായിട്ടൊരു മനസ്സ് എന്ന് പറയുമ്പോൾ അതൊരു A4 പേപ്പറാണ്. നമ്മൾ ഇതിന് മരുന്ന് കഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഇതൊരു ലാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് വരും. അതായത് ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു, അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ പുറത്തൂടെ പോകും, എന്നാൽ നമ്മുടെ മനസ്സിൽ അത് തട്ടില്ല. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിന്റെ സൈഡ് എഫക്ട്സ്, സാധാരണ ഇതിന് മെയിൻ ആയിട്ട് വരുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന വരാം, നോസിയ വരാം. അപ്പം ഈ 2 കാരണങ്ങൾ കാരണമാണ് പലരും അത് വിഡ്രോ ചെയ്യുന്നത്. പിന്നെ പല ടൈപ്പ് SSRIs ഉണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ വെയിറ്റ് ന്യൂട്രൽ. ചിലത് വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കും. പിന്നെ ലോസ് ഓഫ് ലിബിഡോ പറയും, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ല, അത് രണ്ടാണ്. ലോസ് ഓഫ് ലിബിഡോ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയാറുണ്ട്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ല,
ലോസ് ഓഫ് ലിബിഡോ, അതായത് സെക്സിൻ്റെ അടുത്തുള്ള താല്പര്യം കുറച്ച് കുറയാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ ഓവറോൾ ഇറ്റ് ഈസ് ആക്ച്വലി ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനിൽ മരുന്ന് കഴിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. താങ്ക് യു ഡോക്ടർ. ഈ മരുന്ന് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നിർത്താൻ പറ്റുമോ എന്നൊരു ചോദ്യം ചാറ്റിൽ വന്നിട്ടുണ്ട്. ഉം. അതാണ് ഞാൻ പറഞ്ഞത്, 2 ടൈപ്പ് ഓഫ് ഡിപ്രഷൻ ഉണ്ട്, എൻഡോജിനസും എക്സോജിനസും. അപ്പം എക്സോജിനസ് നമ്മുടെ സിറ്റുവേഷൻ കാരണം വരുന്നതാണ്. അത് യൂഷ്വലി നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസത്തോളം, നമുക്ക് 6 മുതൽ 9 മാസത്തോളം ഡിപ്രഷൻ നിൽക്കും എന്നുള്ളതാണ്. അതേസമയം എൻഡോജിനസ് ആയിട്ടുള്ള ഡിപ്രഷൻ അത് നമ്മുടെ ജനറ്റിക് മേക്കപ്പ് കാരണം വരുന്നതാണ്. അതിന് നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസിനോ അല്ലെങ്കിൽ പ്രഷറിനോ മരുന്ന് കഴിക്കുന്ന പോലെയാണ്, ലൈഫ് ലോങ് കഴിക്കേണ്ട വരും. ഡോക്ടറെ, ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ അതിന്റെ ഉപയോഗം കൊണ്ട് ഈ ഒരുപാട് ആൾക്കാർക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത്, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിപ്രഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സ് സാധാരണ ഡോപ്പമിൻ സർജ് കിട്ടുന്ന ആക്ടിവിറ്റീസിലോട്ട് മാറും. അതായത് കൂടുതൽ മുട്ടായി കഴിക്കുക, ചോക്ലേറ്റ് കഴിക്കുക, സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ മദ്യപിക്കുക. അതുപോലെ ഡോപ്പമിൻ സർജ് വരുത്തുന്ന ഒരു കാര്യമാണ് ബ്രൗസിങ്. ഇപ്പം ബ്രൗസിങ് നമ്മൾ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആങ്സൈറ്റി ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രൗസിങ്. അപ്പം നമ്മൾ ഒരു സിനിമ കാണുന്നത് പോലെ അല്ല നമ്മൾ ഫോണിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ട് ബ്രൗസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം റീല് കണ്ട് ബ്രൗസ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ അറ്റൻഷൻ വളരെ കുറച്ച് സമയത്തേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ ഒരു ഉറുമ്പിനെ പിടിച്ച് നമ്മൾ ഒരു പാട്ടയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ അത് വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കില്ലേ? നമ്മുടെ സബ് കോൺഷ്യസ് അത് ചെയ്യുന്നതാണ് ബ്രൗസിങ്. അപ്പം അതൊരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ആങ്സൈറ്റി ഉണ്ടാക്കുകയും ഈ പറഞ്ഞ പോലെ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഒരുപാട് ഉണ്ടാക്കുകയും ചെയ്യും. അതേസമയം നമ്മളൊരു സിനിമ കാണുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അതൊരു ബ്രൗസിങ് അല്ല, നമ്മളൊരു കഥയിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ കൗൺസിലറും സൈക്കാട്രിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ? നമ്മൾ കൗൺസിലറെ പോയി കാണുക ഉണ്ടല്ലേ? ഓക്കെ, അപ്പം ഇത് 3 തരത്തിൽ ആളുകളുണ്ട്: കൗൺസിലർ, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്. അപ്പം ഒരു കൗൺസിലർ എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് അവർ നമ്മൾ പറയുന്നത് കേൾക്കുകയും കേട്ടിട്ട് നമുക്ക് ജനറൽ ആയിട്ടൊരു അഡ്വൈസ് തരികയും ചെയ്യും. അതേസമയം ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് തെറാപ്പി സെക്ഷൻസ് തരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇപ്പം നമുക്ക് ഉണ്ടെങ്കിൽ അത് അവർ പറഞ്ഞു തരും അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കൊരു ട്രോമ ഉണ്ടായി, നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ മരിച്ചു, അപ്പം ആ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് വരുമ്പോൾ EMDR എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നതാണ് സൈക്കോളജിസ്റ്റ്. പിന്നെ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, അതൊരു ഡോക്ടറാണ് സൈക്കാട്രിസ്റ്റ്. അവർ MBBS കഴിഞ്ഞ് അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ മെന്റൽ ഹെൽത്തിൽ ചെയ്ത് വരുന്ന ഡോക്ടറാണ് സൈക്കാട്രിസ്റ്റ്. അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ്. ഡോക്ടറെ ഒരു ചോദ്യം ചോദിക്കണമായിരുന്നു. നേരത്തെ മറ്റേ അലക്സ് ബ്രദർ ചോദിച്ചു, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെ ഒരു 20 വയസ്സ് ഒരു ചെറുപ്പക്കാരൻ അന്നേരത്തേക്ക് ഈ കോവിഡിൻ്റെ ആ സമയത്ത് സ്കൂൾ ഡ്രോപ്പ് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ എൻ്റെ പേരെന്തുവാ മൊത്തത്തിൽ ഒരു സൈക്കോളജിക്കലായിട്ട് തന്നെ ഒരു ബ്രേക്ക് ഡൗൺ ആയി. പുള്ളി ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുമുണ്ട്.
ഉം. പുള്ളി അത് അഡ്മിറ്റും ചെയ്തു. പല പ്രാവശ്യമായിട്ട് എടുക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്ന് അത് പുറത്ത് വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടായി കാര്യങ്ങളായി. അപ്പം ഇതിൻ്റെ ഒരു ഹെൽപ്പ് എടുക്കാൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഞാനും ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കി ഡോക്ടർ ഓസ്ട്രേലിയയിലാണെന്നാ. അന്നേരത്തേക്കും അതെ. ഇതിൻ്റെ നെക്സ്റ്റ് അവന്യൂ എന്ന് പറയുന്നത് ഇപ്പം GP എടുത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവന് ഓക്കെ അത് കാര്യങ്ങൾ പറയും, മറ്റേത് പറയും, തിരിച്ചു വരും, ഓക്കെ എന്ന് പറയുന്നതല്ലാതെ ഈ വയലൻസ് ഒരു സംഭവം വരുമ്പോഴത്തേക്കും 1-2 പ്രാവശ്യം അപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞ് കാര്യങ്ങൾ പറയും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും, ഇവനെ നമുക്കാണെങ്കിൽ ഇന്റർവെൻഷൻ ഓർഡർ കൊടുക്കാം. ഇതല്ലാതെ ഇവൻ കോപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം വാട്ട് ക്യാൻ വി ഡു ഒന്ന് പറയാം ഡോക്ടറെ? Okay. See, um, if he is a threat to himself or others, okay, then definitely he has to. നമുക്ക് ഈ പറഞ്ഞ പോലെ we can intervene. ഫോർ എക്സാമ്പിൾ, പുള്ളി ഡ്രഗ് എടുത്തത് കൊണ്ട് നമുക്ക് ഓസ്ട്രേലിയയില് പുള്ളിയെ കൊണ്ടുപോയി ആരെയും കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇയാള് ഡ്രഗ് എടുത്തു, എന്നിട്ട് ഇയാള് വയലൻസ് കാണിച്ചു, അല്ലെങ്കിൽ സ്വയം ഹേർട്ട് ചെയ്യാൻ നോക്കി, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പുള്ളിയെ നമുക്ക് ഡീറ്റെയിൻ ചെയ്ത് ഡി അഡിക്ഷന് വിടാനും അതുപോലെ തന്നെ ചികിത്സ കൊടുക്കാനും പറ്റും. അല്ലെങ്കിൽ ഈ യൂത്തിനിടയിലുള്ള ഒരു ഡ്രഗ് പ്രോബ്ലം അതൊരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം ഇവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചാല് ഇവരുടെ ലോകം വേറെയാണ്, ഇവർക്ക് സന്തോഷം കിട്ടുന്ന ഡ്രഗ്സിലൂടെയാണ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് ഉൾക്കൊള്ളാൻ ഭയങ്കരമായിട്ട് മടി കാണിക്കും. കാരണം ഇവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തിന് പുറകിലാണ് ഇവർ ഓടുന്നത്. അപ്പം ഡ്രഗ് എടുക്കുന്നുണ്ട്, നമ്മുടെ മുഖത്ത് നോക്കി ഒരു വിഷമവും കൂടാതെ ഇവരില്ല എന്ന് പറയും. ആ ഒരു കള്ളം പറയുന്നതിനുള്ള സാധാരണ മനുഷ്യനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാവാറില്ല. ഡോക്ടർ ഇതിൻ്റെ അകത്ത്, മാത്രമല്ല ഈ ഡ്രഗ് സോറി ടു ഇന്ററപ്റ്റ്, ഇതിൻ്റെ അകത്ത് ഈ പുള്ളി തന്നെ പറയുന്നുണ്ട് ഞാൻ എടുക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് എന്നോടും അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന ആൾക്കാരോടും പറയുന്നുണ്ട്. പക്ഷെ ഈ വയലൻസ് എന്ന് പറഞ്ഞ ആരെയും ആക്രമിക്കുകയോ അങ്ങനത്തെ അല്ല, പക്ഷെ ഒരു ഡിസോർഡർ ഉണ്ടാക്കും. അപ്പോൾ അവിടെ വേറെ പിള്ളേരുണ്ട്, അവരുടെ പുള്ളിയുടെ സിബ്ലിങ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ലൈഫ് അവർക്ക് അവിടെ നടക്കുന്നില്ല. അപ്പോഴത്തേക്കും ഈ പുള്ളി അവിടെ ഒരു ഇവർ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ബഹളം ഉണ്ടാക്കുക, കാര്യം ഉണ്ടാക്കുക. പോലീസ് വന്ന് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അടിച്ചോ, ഫിസിക്കൽ അസോൾട്ട് വല്ലതും ഉണ്ടോ, അതൊന്നുമില്ല. ഓക്കെ. അവർ എന്നാ ഒന്നുമില്ലെങ്കിൽ ഓക്കെ ഫൈൻ എന്നും പറഞ്ഞ് അവർ തിരിച്ച് അങ്ങ് പോവും. 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ പോലീസ് വന്നു. പിന്നെ ഇവര് വേറെ 1-2 സംഭവത്തിൽ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, ഇവൻ കോപ്പറേറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അതല്ലാതെ വേറെ നമുക്ക് പിന്നെ ഇങ്ങനെ അങ്ങ് സർവൈവ് ചെയ്യാനേ ഒക്കത്തുള്ളൂ, വേറെ ഒന്നും ഇല്ല ഈ രാജ്യത്ത്. അല്ല, നമുക്ക് പുള്ളി ഈ പറഞ്ഞ പോലെ റിഫ്ലക്ഷൻ നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ നേരത്തെ കുറച്ച് വെബ്സൈറ്റുകളുടെ പേര് പറഞ്ഞിരുന്നു, അത് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കുക, പുള്ളിയെ എൻഗേജ് ചെയ്യാൻ നോക്കുക. ഈ ഹെഡ് സ്പേസിനകത്ത് പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ സെയിം പ്രോബ്ലം ഉള്ള കുറെ ആളുകൾ കാണും, ഒരു ഗ്രൂപ്പ്. അപ്പൊ ഈ ഗ്രൂപ്പ് ഒരു ടാർഗറ്റും എയിമും ഉണ്ട്. അതായത് ടു ബിക്കം ബെറ്റർ. അതായത് അപ്പം അങ്ങനെയുള്ള സെയിം ലെവലിലെ പിയർ ഗ്രൂപ്പിൽ വരുമ്പം നന്നാവാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സിൽ നിന്ന് വെളിയിൽ വരാൻ ഉള്ള ഒരു ത്വര ഉണ്ടാകാം. പക്ഷേ ഇവർക്ക് ആ ഒരു ത്വര ജനറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഹെഡ് സ്പേസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ 22 വയസ്സുണ്ടെന്നല്ലേ പറഞ്ഞത്? 20 കഴിഞ്ഞ് 21. 21. അപ്പൊ ഹെഡ് സ്പേസ് ക്യാൻ ഹെൽപ്പ്. ഇത് ഇവരെ മാറ്റി വെക്കി, ഇന്റർവേഷൻ ഓട്ടോയിൽ മാറ്റി വെച്ചിട്ട് ഇവര് മാറി താമസിക്കുന്ന അതൊരു പരിഹാരമാവൂ ഇവിടുത്തെ ഒരു ഇതില്? പുള്ളിയുടെ സിറ്റുവേഷൻ അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഏത് മരുന്നുകളാണ് ഉപയോഗിക്കുന്നതും എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം വീട്ടിലാകുമ്പോഴത്തേക്കിനും ഒരു കൺട്രോൾഡ് എൻവയറമെന്റ് ആണ്, ആ കൺട്രോൾ പോകും. കാര്യം ഇപ്പൊ ഈ ഒരു സ്വഭാവം കൊണ്ട് ബാക്കി സിബ്ലിങ്സിന്റെ അവരുടെ എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ട്. അന്നേരത്തേക്കും പിന്നെ ഈ യാത്രയിൽ കിടന്ന് ഇവർക്ക് ഉറങ്ങാൻ ഒക്കുന്നില്ല. ഇവനിങ്ങനെ പിച്ചും പേയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു.
അപ്പം വേറെ എന്തോ ചെയ്യാൻ നോക്കും, വേറൊരു ഏജൻസിക്ക്. നാട്ടിലൊക്കെയാണ് നമുക്ക് എവിടെയെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവന്ന ഒരു പരിപാടി ഇല്ലല്ലോ. ഇവിടെ ഇല്ല. പക്ഷെ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ സർവീസസ് ഉണ്ട്, NGOs ഉണ്ട്. അവിടെ കൊണ്ടുപോയി നമുക്ക് പക്ഷെ പുള്ളി വരണം ആ അൾട്ടിമേറ്റ്ലി. പുള്ളി വന്നില്ല എന്നുണ്ടെങ്കിൽ വി കാൺ ഡു എനിത്തിങ്. നമ്മൾ സഹിക്കേ ഉള്ളൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. പുള്ളിയെ കൺവിൻസ് ചെയ്യാൻ നോക്കുക. അതൊരു പെർസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഇതിൽ താങ്ക് യു. നമ്മള് സിൽവർ ലൈനിങ് ഇല്ല എന്ന് നമ്മൾ പറയരുത്. നമുക്ക് നമ്മൾ പെർസിസ്റ്റന്റ് ആയിട്ട് പുള്ളിയെ കൺവിൻസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓവർ ടൈം പീരിയഡ് അതിന് ഒരു മാറ്റം വരും. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഉം. ഡോക്ടറെ, ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിഷാദ രോഗം, അതിന്റെ ലക്ഷണങ്ങളൊക്കെ എന്തായിരിക്കണം? ഓക്കെ, വിഷാദ രോഗത്തിന്റെ തുടക്കമായിട്ട് കുട്ടികൾക്ക് സാധാരണ വരുന്നത് ആങ്സൈറ്റിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് സാധാരണ ആങ്സൈറ്റി ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പല രീതിയിൽ പ്രസന്റ് ചെയ്യാം. Okay. ഒന്ന്, നമുക്ക് ശ്രദ്ധക്കുറവ് ഒരു ഇതാണ്. അപ്പൊ പഠിത്തത്തിലുള്ള ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് ഒരിടത്തുനിന്ന് ചാടി വേറൊരു മനസ്ഥലത്തോട്ട് പോവുക, അങ്ങനെ നിൽക്കും. പിന്നെ പിയർ ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുക. പിന്നെ കമ്പൾസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുക. അതായത് നമുക്ക് ഈ കമ്പൾസീവ് ആയിട്ട് ബ്രൗസ് ചെയ്യുക. നമ്മുടെ ഫോൺ എടുത്ത് വെച്ചോ, നെറ്റ് എടുത്ത് വെച്ചോ. അപ്പം നോക്കി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ച് ഒരു പ്രോഗ്രാം ഫുൾ കാണില്ല. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് 2 സെക്കൻഡ് കണ്ട് അടുത്ത വീഡിയോയിലോട്ട് പോയി അങ്ങനെ നിൽക്കും. പിന്നെ ഭക്ഷണത്തിൽ വരുന്ന ചേഞ്ച്, അതൊരു ഫാക്ടറാണ്. ചില കുട്ടികൾ ഭക്ഷണം തീരെ കഴിക്കാതാകും, ചില കുട്ടികൾ ഭക്ഷണം കൂടുതൽ കഴിക്കും. അത് പിന്നെ അന്തർമുഖന്മാരാകുക, അതായത് നേരത്തെ നല്ലോണം സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പുമായിട്ടോ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് ഉള്ളിലോട്ട് വലിയുക എന്നുള്ളത്. ഇത് യൂഷ്വലി ടീനേജിൽ വരുമ്പോഴത്തേക്കിന് ആ ഹോർമോണൽ ചേഞ്ചസും ബ്രെയിനിന്റെ ഡെവലപ്മെന്റും കാരണം ഇവർക്ക് ഇത് വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഇപ്പം ഡിപ്രഷൻ കാരണമുള്ള സൂയിസൈഡ് 2 പീക്കിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് ലേറ്റ് ടീൻസിലും പിന്നെ ഏർലി 60s നല്ല ഇന്റൻസിറ്റിയിൽ തന്നെ നമ്മുടെ ടീനേജേഴ്സിന് ഇത് വരാം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഡ്രഗ്സിലോട്ടും ആൽക്കഹോളിലോട്ടും ഒക്കെ പോകാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടീനേജേഴ്സിന്റെ ഒരു പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും നിന്നെക്കാട്ടിയും ബെറ്റർ ആണ് എന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പിയർ ഗ്രൂപ്പിലാണ് കുട്ടി നിൽക്കുന്നത്. അവനെ സഹായിക്കാൻ നിൽക്കുന്ന കൂട്ടുകാർ കുറവായിരിക്കും. അപ്പം ആ ഒരു ഹാർഷ് എൻവയറമെന്റിലും കൂടെയാണ് ആ കൊച്ചു നിൽക്കുന്നത് എന്നുള്ള ഒരു ഫാക്ടർ നമ്മൾ ഉൾക്കൊള്ളണം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അടുത്ത ഒരു ചോദ്യം. പുരുഷന്മാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതും ദേഷ്യം വരുമ്പോൾ വീട്ടിലെ സാധനങ്ങൾ വലിച്ചെറിയുകയും പൊട്ടിക്കുകയും മതിയായ കാരണമില്ലാതെ ഭാര്യയോടും പിള്ളേരോടും ദേഷ്യപ്പെടുന്നതൊക്കെ ചീത്ത പറയുന്നതൊക്കെ എന്തുകൊണ്ടാവാം? അതും ഈ രോഗത്തിന്റെ ലക്ഷണമാണോ? ഒരു എക്സ്റ്റെന്റ് വരെ ഞാൻ പറഞ്ഞു, ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി വരും എന്നുള്ളത്. നമ്മളെ നാട്ടില് സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ് എ ഗ്രംപി ഓൾഡ് മാൻ. പ്രായമാവും തോറും ആ പ്ലസന്റ്നെസ് നഷ്ടപ്പെട്ട ആളുകൾ കുറെ കൂടെ ബിറ്ററായി ഗ്രംപി ആയിട്ട് വരുന്നത്. സോ അത് ഡിപ്രഷൻ ഒരു ഫാക്ടർ ആകാം. ഓക്കെ, പക്ഷെ ഈ അമിതമായ ദേഷ്യം അത് ചിലപ്പോൾ ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ കൊണ്ടാവാം. കാരണം വണ്ണമുള്ള ആളുകൾക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരും. അവർക്ക് ഇറിറ്റബിലിറ്റി രാവിലെ വരാം. കാരണം നമ്മുടെ മനസ്സിന് നല്ല ഉറക്കം വേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടാവാം. പക്ഷെ യെസ്, ഇറ്റ് ക്യാൻ കോസ്
this irritability. Depression can cause this irritability which you have described. പ്രായമാവും തോറും കൂടുതൽ കൂടുതൽ ഗ്രംപി ആയി വരുന്ന അപ്പൂപ്പന്മാരെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് മാത്രമല്ല കാരണം എന്നും കൂടെ നമ്മളത് ശ്രദ്ധിക്കുക. താങ്ക് യു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉം. എപ്പോഴും നിരാശയോടെ വർത്താനം പറയുന്നതും മരണത്തെ പറ്റി പറയുന്നതും രോഗത്തെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. കൂടുതലായിട്ട് ഉം. അത് മാതാപിതാക്കളാണ്. ഒരു 40+ ആണ് കാണുന്നത്. അപ്പൊ ഉം. അതിന്റെ ലക്ഷണം എന്താ? അല്ല, അതിന്റെ ഇതെന്താണ്? അത് വിഷാദമായിട്ടാണോ നമ്മൾ പിന്നെ ഉൾപ്പെടുത്തുന്നത്, അതോ ശരിക്കും അതൊരു ഡിപ്രഷൻ സ്റ്റേജ് ആണോ? ഡോക്ടർ മൈക്ക് മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യണേ. ഹലോ, കേൾക്കാമോ? ആ, കേൾക്കാം. ഓക്കെ, സോറി. ഈ സ്ഥിരമായിട്ട് മരണത്തെക്കുറിച്ച് പറയുന്ന മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ ഞാൻ പറയും. കാരണം വെരി ലൈക്ലി ഇവർ സെൽഫ് ഹാമോ അല്ലെങ്കിൽ ആരെങ്കിലും സ്വയം ഒരു അപകടത്തിൽ ചെന്ന് ചേരാനോ ഉള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എസ്പെഷ്യലി പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഒരു സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലായിരിക്കും. ഈ പറഞ്ഞ പോലെ അത് വിഷാദരോഗം ആവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. താങ്ക് യു ഡോക്ടർ. പിന്നെ ഈ ഡിപ്രഷൻ ഉള്ള ആൾക്കാർ കൂടുതലായിട്ടും ഈ സൈലന്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ നേരം സങ്കടം, അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സങ്കടത്തിനോടാണ്. കാരണം ചിലവർ പറയാറുണ്ട്, നമുക്ക് പിന്നെ ഇത് മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി ചിലപ്പം പാട്ടുകൾ കേൾക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്പീച്ചുകൾ കേൾക്കാം എന്നൊക്കെ പറയും. പക്ഷെ അതിനോടൊന്നും താല്പര്യമില്ലാതെ മൊത്തത്തിലൊരു വിരക്തിയായിട്ട് സൈലന്റ് ആയി ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അതിൽ നിന്ന് അവരെ ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു, ഡിപ്രഷൻ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് 40% ഈ പറഞ്ഞ പോലെ വിരക്തി ആയിരിക്കും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇവരെ കയറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് പറയാം, പിന്നെ മെഡിക്കേഷൻസും. അപ്പം ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഒരു ഹ്യൂമൻ ശരീരത്തിന് ഒരു റുട്ടീൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പം ഒരു റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിന് എന്താണ്? കറക്റ്റായ സമയത്ത് ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഉറങ്ങുക. ഈ 3 കാര്യങ്ങളാണ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് നമുക്ക് ആഹാരം കഴിക്കാൻ താല്പര്യമില്ല. ഈ ഡിപ്രഷനുള്ള ഒരാൾക്ക് അത് വരാം. പക്ഷെ നമ്മൾ ആഹാരം കഴിക്കാൻ ഒരു നിശ്ചിത സമയം നമ്മൾ മാറ്റിവെച്ച് അത് നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്ത് നമ്മൾ ആഹാരം കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്കുക. അത് നല്ല ആഹാരമായിരിക്കണം. അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് ആയിട്ട് ഒരു ട്രിഗർ വരും. ആ ട്രിഗർ എന്ന് പറയുന്നത്, ഓക്കെ, നീ വിഷമിക്കണ്ട, ആഹാരമുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അത് നമ്മുടെ ഡിപ്രഷൻ ഉണ്ടാവുന്ന സ്ഥലത്ത് ഹിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ മൃഗങ്ങൾ പരിണമിച്ചാണ് നമ്മൾ ഉണ്ടായത്. നമ്മുടെ സബ് കോൺഷ്യസിലെ വയറിങ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഡിപ്രഷൻ വരുമ്പോഴത്തേക്കിന് മനസ്സ് പോകുന്നു, ഓക്കെ, ഫുഡ് ഈസ് ഗോയിങ് ടു ബി സ്പാസ്, അല്ലെങ്കിൽ ഐ വുഡ് ബി ത്രട്ടൻഡ്. ഈ 2 കാര്യങ്ങൾ വരാം. നമ്മൾ കറക്റ്റായിട്ടുള്ള ആഹാരം കഴിക്കുമ്പോഴത്തേക്കിന് ആ ഒരു പോയിന്റിൽ അത് ഹിറ്റ് ചെയ്യും. അതിൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം വളരെ ഒബീസിറ്റി കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്.
അപ്പം ഈ ഫ്രഞ്ചുകാർ പക്ഷെ എല്ലാം കഴിക്കും. ഒരുപാട് ബട്ടർ, ഒരുപാട് കൊഴുപ്പ് കലർന്ന ഭക്ഷണം. പക്ഷെ അവർ കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ചവച്ചരച്ചേ അവര് ഭക്ഷണം കഴിക്കത്തുള്ളൂ. അപ്പൊ ഓരോ പ്രാവശ്യം ഇവര് ഒരു കാര്യം കഴിച്ചു കഴിഞ്ഞിട്ട് സ്പൂൺ താഴെ വെച്ച് ഇത് ചവച്ച് ഇറക്കി കഴിഞ്ഞതിന് ശേഷമേ അടുത്ത പ്രാവശ്യത്തേക്ക് സ്പൂണും ഫോർക്കും എടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ സമയമെടുത്ത് കഴിക്കുമ്പോഴത്തേക്കിന് എന്തും കഴിക്കാൻ പറ്റും, എന്നാൽ പെട്ടെന്ന് ഫുള്ളാവുകയും ചെയ്യും. അല്ല, ഫുള്ളായി അല്ലെങ്കിൽ നമ്മുടെ സറ്റൈറ്റി സെന്റർ വർക്ക് ചെയ്യും അവിടെ. നമ്മൾ കറക്റ്റായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കുക, പിന്നെ കാർഡിയോ എക്സസൈസ് നമ്മളത് ചെയ്യുക, ഉറക്കം പ്രോപ്പർ ആക്കുക. ഇത് ആണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അത് കഴിഞ്ഞിട്ട് മെഡിക്കേഷൻസ് ഉണ്ട്. വി ക്യാൻ സ്റ്റാർട്ട് ഓഫ് വിത്ത് SSRIs, നേരത്തെ പറഞ്ഞതുപോലെ. അത് കിക്ക് ഇൻ ചെയ്യാൻ യൂഷ്വലി 2 to 3 weeks എടുക്കും. ഇതൊരു കമ്പൈൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ നമ്മളൊരു ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഇറ്റ് ബിക്കംസ് എ പ്ലഷർ. അതായത് നമ്മൾ അടുത്ത മീലിന് വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരത്തെ നമ്മൾ ആ എക്സസൈസിന് വേണ്ടി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്നത് നമ്മൾ ഉറ്റുനോക്കുക. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലോട്ട് നമ്മൾ വരും. 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഫിഡിലിറ്റി ഡിസ്കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരാൾക്കൊരു ഫീലിംഗ് ഓഫ് ഗിൽറ്റ്, മറ്റേ ആൾക്ക് ഫീലിംഗ് ഓഫ് എന്തോന്ന് പറയുന്നത് നമ്മളെ ചതിച്ചു, അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഹൂ ഈ കൗൺസിലർ, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, ഈ മൂന്നില് ആരെയാണ് കാണേണ്ടത് ഫസ്റ്റ്? കാര്യം ഒരാൾക്ക് ഈ പറയുന്ന പോലെ ഗിൽറ്റ് വന്നുകൊണ്ട് സൂയിസൈഡൽ ടെൻഡൻസീസ് അങ്ങനത്തെ കാര്യങ്ങൾ, അയ്യോ മറ്റേ ഐ എം നോട്ട് ഫിറ്റ് എന്നും പറഞ്ഞ ഒരാൾ, വേറൊരാൾ ഓക്കെ എന്നെ ഇത്രയും നാൾ കൂടെ നിന്നിട്ട് ചതിച്ചു, മറ്റേ ഇവർക്ക് 4 പിള്ളേരും ഈ സംഭവം നിൽക്കുന്നു, ഇവരാരെയാണ് കാണേണ്ടത്? ഞാൻ പറയുന്നത് ഒരു ഓസ്ട്രേലിയൻ ഒരു സെറ്റിങ്സ് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, സോറി. രണ്ടാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ എന്തെങ്കിലും സംഭവം നേരത്തെ ആ പേപ്പറിന്റെ ലാമിനേറ്റും ബ്ലോട്ടും A4 പറഞ്ഞ ക്യാൻ ദിസ് ബി റിക്കവേർഡ്? അത് അവർക്ക് ആ ഒരു ബന്ധം കൊണ്ടുപോകാനായിട്ട് ഈ പറഞ്ഞ അതൊരു പെർമനന്റ് ബ്ലോട്ട് തന്നെ ആയിരിക്കുമോ ആ പേപ്പറിൽ? താങ്ക് യു. ഓക്കെ, വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇൻഫിഡലിറ്റി എന്ന് പറയുന്നത്. കാരണം അത് പേപ്പർ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയിൻ A4 പേപ്പർ എടുത്ത് നമ്മൾ ചുളുക്കിയിട്ട് നമ്മൾ അത് നേരെയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ചുളുക്കുകൾ അതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പം ആ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ട്രസ്റ്റ് നഷ്ടപ്പെടുക എന്നുള്ളത്. ഓക്കെ, ഈ ട്രസ്റ്റിന് ബിയോണ്ട് ആയിട്ട് നമുക്കൊരു കണക്ഷൻ പരസ്പരമായിട്ടുള്ള ഇൻഡിവിജ്വൽസുമായിട്ട് ഉണ്ടാവും. ഓക്കെ, ഈ പറയുന്ന ആളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇവരുടെ സപ്പോർട്ട് ഒരു ട്രസ്റ്റിന് ബിയോണ്ട് ആയിട്ട് വരും. അപ്പൊ അത് നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ ബന്ധം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം യൂഷ്വലി ഇതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റന്റ് ഇപ്പം പുരുഷനായാലും സ്ത്രീക്കായാലും, അപ്പം യൂഷ്വലി ഒരു ഇൻഫിഡലിറ്റി ഫ്രം ദ പാർട്ട് ഓഫ് എ വുമൺ വരുമ്പോഴത്തേക്കിനും ഒരു പുരുഷന് കുറെ കൂടെ ഒരു ട്രൊമാറ്റിക് ആണ്. കാരണം സ്ത്രീ സാധാരണ മോണോഗ്യാമസും പുരുഷൻ പോളിഗ്യാമസും ആണ്. നേച്ചർ വൈസ് ഒരു സ്ത്രീക്ക് കുറെ കൂടെ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റും ഒരു പുരുഷന്റെ ഇൻഫിഡലിറ്റി. പക്ഷെ ഒരു സ്ത്രീയുടെ ഇൻഫിഡലിറ്റി പുരുഷനെ ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ഒരു ആനിമൽ ഏരിയയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഇണയെ കണ്ടുപിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഇണയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഇണയിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആനിമൽ വേൾഡിൽ നടക്കുന്നത്. അപ്പൊ ആ ഒരു ടെൻഡൻസി ഹ്യൂമൻസിന്റെ ഇടയിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടായത് കൊണ്ട് ഒരാണിനെ സംബന്ധിച്ചുള്ള അതൊരു വലിയൊരു ബ്ലോ ആണ്. ആ ട്രസ്റ്റ് പിന്നെ റിക്കവർ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓക്കെ, പക്ഷെ അത് റിക്കവർ ചെയ്ത് വന്നിട്ടുള്ള കപ്പിൾസ് ഉണ്ട്. അപ്പം
ഒരു ഓസ്ട്രേലിയൻ സിറ്റുവേഷൻ വെച്ച് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഒരു NGO ഇതുണ്ട്. അവിടെ അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അവർക്ക് മാരേജ് കൗൺസിലിംഗ് ഉണ്ട്. അവർ കൗൺസിലേഴ്സിനെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ റിലേഷൻഷിപ്സിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളും ഉണ്ട്. സോ ഓവർ ടൈം അത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. വെൻ ഐ സേ ടൈം, വി ആർ ലുക്കിംഗ് അറ്റ് 3 to 4 years. അതാണ് ഒരു ആവറേജ് ഇതിന് വേണ്ടി വരുന്ന സമയം. ഡോക്ടറെ നേരിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാനൊക്കെ ത്രൂ GP ഇവര് GP വഴി റിലേഷൻഷിപ്പ് ഓസ്ട്രേലിയ യു ക്യാൻ ഗോ ഡയറക്ട്ലി. അതേസമയം ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് ആണെന്നുണ്ടെങ്കിൽ അത് GP വഴിയായിരിക്കും പോകുന്നത്. കാരണം ഓസ്ട്രേലിയൻ സിസ്റ്റം നിർത്തിയിരിക്കുന്ന അങ്ങനെയാണ്. യു ഹാവ് ടു 3 ഗോ ടു മാസമൊക്കെയാ പറയുന്നത് സൈക്കോളജിസ്റ്റിനെ കാണാനോ. കാണാനായിട്ട് GP കൊടുത്തു. ഓക്കെ, അത് പക്ഷെ വേറെ സൈക്കോളജിസ്റ്റുകൾ കാണും. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കോവിഡിന് ശേഷം മിക്കവാറും എല്ലാ സൈക്കോളജി കൺസൾട്ട്സും ദേ ആർ ഡൂയിങ് ഇറ്റ് ഓൺലൈൻ. അപ്പം അങ്ങനെ ഓൺലൈൻ ചെയ്യുന്ന ആളുകൾ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് എൻ അപ്പോയിന്റ്മെന്റ് വിത്തിൻ 1 to 2 weeks. ഓക്കെ, ഡയറക്റ്റ് ഓൺലൈനിൽ നമുക്ക് ചെയ്യാം. അതെ, പക്ഷെ അത് GPയുടെ റെഫറൽ വേണം കേട്ടോ. ഓക്കെ, ആദ്യം GPയുടെ റെഫറൽ എടുത്തിട്ട് ബേസ്ഡ് അത് വെച്ചിട്ട് നമ്മൾ ഓൺലൈനിൽ ചെയ്യുക. അതെ, പിന്നെ GPയുടെ റെഫറൽ ഇല്ലാതെ പോകാൻ പറ്റുന്ന സ്ഥലമാണ് റിലേഷൻഷിപ്പ് ഓസ്ട്രേലിയ. അവർക്ക് ഈ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവർക്ക് കൗൺസിലേഴ്സ് ആണ്, സൈക്കോളജിസ്റ്റ് അല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ? ഇവിടെ ഇപ്പം സമയം താങ്ക് 12:30 യു ആയി. ഡോക്ടർ. ഒരു ചോദ്യം ഡോക്ടർ ചോദിക്കുകയാണ്. അതായത് ഈ ഡിപ്രഷന്റെ മെഡിസിൻ, ഇപ്പൊ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അത് തുടർച്ചയായിട്ട് ഒരു 1-2 വർഷം എടുത്തു കഴിഞ്ഞാൽ മെമ്മറി ഔട്ട് ആകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെയല്ല, അത് അതിന്റെ മെമ്മറി ഔട്ട് ആവുകയൊന്നുമല്ല. അത് പഴയ എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സിനാണ് ഈ പറഞ്ഞ സൈഡ് എഫക്ട്സ് വരുന്നത്. അല്ലെങ്കിൽ പണ്ട് ഡിപ്രഷന് കൊടുത്തുകൊണ്ടിരുന്ന ബെൻസോഡൈസപ്പീൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അപ്പം അതിനാണ് മെമ്മറി ഔട്ട് ആവുന്നത്. ഇപ്പോഴത്തെ പുതിയ ആന്റി ഡിപ്രസൻസ് SSRIസും SNRIസും ഇത് ആക്ച്വലി ബ്രെയിൻ പ്രിസർവിങ് ഫങ്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഡിപ്രഷൻ ഉള്ള ഒരാളുടെ മെമ്മറി ഒരു നിശ്ചിത സമയം കൊണ്ട് കുറയും എന്ന് വെച്ചോളൂ. ഇപ്പം നമ്മൾ ഒരു സെയിം ജനറ്റിക് മേക്കപ്പ് ഉള്ള 2 പേരെ എടുക്കുന്നു. ഓക്കെ, ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട്, വേറൊരാൾക്ക് ഡിപ്രഷൻ ഇല്ല. അപ്പൊ ഡിപ്രഷൻ ഉള്ള ഒരാളുടെ മെമ്മറി 50 വയസ്സാകുമ്പോൾ പോകും. അത് നമ്മൾ കാണുന്ന ഒരു ഫാക്ടറാണ്. കാരണം വിരക്തി വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിന്റെ ചില ഭാഗങ്ങൾ യൂസ് ചെയ്യാതിരുന്ന ആ ബ്രെയിൻ അട്രോഫി വരികയും അവർക്ക് പെട്ടെന്ന് ഡിമെൻഷ്യ വരികയും ചെയ്യും. അപ്പൊ ഒരു 50 വയസ്സ്, ഞാനൊരു നമ്പർ ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ, ഇത് നിങ്ങൾക്കൊരു പേഴ്സ്പെക്റ്റീവ് കിട്ടാൻ. രണ്ടാമത്, ഡിപ്രഷൻ ഇല്ലാത്ത ഒരാളുടെ ബ്രെയിൻ ഒരു 70-75 വയസ്സ് വരെ പോകും. അതേസമയം ഈ 50 വയസ്സ് ആവുന്ന ആൾക്ക് നമ്മൾ ഡിപ്രഷന്റെ പുതിയ മരുന്നുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ മെമ്മറിയും ബ്രെയിൻ ഫങ്ഷനും 65 മുതൽ 70 വയസ്സ് വരെ നിൽക്കും. അപ്പൊ നമുക്ക് ആ എക്സ്ട്രാ സമയം നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സിനും പണ്ട് കാലത്ത് ഡിപ്രഷൻ ഉപയോഗിച്ചിരുന്ന മരുന്നുകൾക്കുമാണ് ആ സൈഡ് എഫക്റ്റ് ഉള്ളത്. പക്ഷെ ഇപ്പം ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് ബ്രെയിൻ പ്രിസർവിങ് ഫങ്ഷൻ ആണ്. ഡോക്ടറെ ഒരു ചോദ്യം. ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ പഠനത്തിന് പുറകോട്ട് പോകുന്നതും ഈ അനുസരണക്കേടൊക്കെ നമുക്കൊരു ഡിപ്രഷനായിട്ട് എടുക്കാവുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 അടി കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കും, അല്ലെങ്കിൽ നേരെ അനുസരണ ഉള്ള കുട്ടിയായിട്ട് മാറും. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ ഇവിടെ ആ പിള്ളേരെ അടിക്കാനൊന്നും പാടില്ല. അപ്പോൾ 2 അടി കൊടുത്താൽ മാറുന്നതിനെ നമുക്ക് ഒരു ഡിപ്രഷനായിട്ട് പറയേണ്ട കാര്യമുണ്ടോ? അടി കൊടുത്താല് എന്താണ് മാറുന്നത് എന്ന് നമ്മളൊന്ന് നോക്കുക.
അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പം നമ്മള് ഒരു കൊച്ച് കണക്ക് ചെയ്യുന്നു. ആ കണക്ക് അവൻ ശ്രദ്ധക്കുറവ് കാരണം അവൻ തെറ്റിക്കുന്നു. ഓക്കെ, നമ്മള് അടി കൊടുക്കുന്നു. അപ്പൊ അവൻ പേടിച്ച് ശ്രദ്ധിച്ചിരുന്ന് അത് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മള് ആ ഒരു കൊച്ചിന്റെ മനസ്സില് ഈ കണക്ക് ഞാൻ ചെയ്യുന്നത് പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ കണക്ക് ചെയ്തത് കൊണ്ട് എനിക്ക് അടി കിട്ടാതിരിക്കും എന്നുള്ളൊരു തോന്നലാണ്. അപ്പം അങ്ങനെ വരുമ്പത്തേക്കിന് വി ആർ ആക്ച്വലി ബിൽഡിങ് എ വർക്ക് ഫോർ ഫ്യൂച്ചർ, നോട്ട് എ ലീഡർ ഫോർ ഫ്യൂച്ചർ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിടുക്കരായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾ പലരും ഒരു ലെവൽ എത്തിക്കഴിയുമ്പം പ്ലാറ്റോ ചെയ്യും. അത് പ്രൊഫഷണൽ ഫീൽഡിൽ സ്ഥിരം കാണുന്ന ഒരു ഫാക്ടറാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഡെവലപ്പ് ചെയ്ത സമയത്ത് വന്ന ഫാമിലി പ്രഷറും, ഈ പറഞ്ഞതുപോലെ കൊച്ചിനെ നമ്മൾ അടിച്ചു പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്ത് പഠിപ്പിക്കുകയും കൊച്ചിനെ നമ്മൾ കമ്പയർ ചെയ്ത് യു ആർ നോട്ട് വർത്ത് ഇറ്റ് എന്ന് പറഞ്ഞ് പല പ്രാവശ്യം മനസ്സിൽ പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു ഇതുമാണ്. അപ്പം ഈ ശ്രദ്ധക്കുറവ് ഡിപ്രഷൻ കാരണം മാത്രമല്ല, താല്പര്യക്കുറവ് കാരണമാവാം, അല്ലെങ്കിൽ കൊച്ചിന് സ്ലീപ്പ് അപ്നിയ കുട്ടികൾക്കും വരും. എസ്പെഷ്യലി അഡിനോയിഡ്സും ടോൺസിൽസും എൻലാർജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കും സ്ലീപ്പ് അപ്നിയ വരും. അവർക്ക് ശ്രദ്ധക്കുറവ് വരും. പിയർ പ്രഷർ കാരണം ശ്രദ്ധക്കുറവ് വരും. ആങ്സൈറ്റി കാരണം ശ്രദ്ധക്കുറവ് വരും. ഇത് നമ്മൾ അടി കൊടുത്ത് കൊച്ചിനെ ശരിയാക്കി എന്ന് പറയുന്നത് വളരെ ക്രൂരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ കൊച്ചിന്റെ ബാക്കിയുള്ള ഫാക്കൽറ്റീസ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് കളയുകയാണ് അവിടെ ചെയ്യുന്നത്. എനിക്ക് പരിചയമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഈ പഠിത്തത്തിലായിരിക്കത്തില്ല അവരുടെ കഴിവ്. അവരുടെ കഴിവ് വേറെ 100 കാര്യങ്ങളിലായിരിക്കും. അവരൊരു നല്ല ടീം ലീഡർ ആയിരിക്കും. അവർ കൂടെ ജോലി ചെയ്യാനോ നമുക്ക് കൂടെ വർക്ക് ചെയ്യാനോ പറ്റുന്ന വളരെ നല്ല മനുഷ്യരായിരിക്കും. ഇനി ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണക്ക് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ കാണാപ്പാഠം പഠിച്ചൊരു കാര്യം പറയുന്നതിന് ഒരു പ്രസക്തിയും ഇല്ലാതാവും. ഇപ്പൊ തന്നെ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. AI അതെല്ലാം ഏറ്റെടുക്കും. നമ്മളിപ്പം ഒരു വക്കീൽ ഓഫീസിൽ പോയി അവിടെ ഉള്ള താഴ്ന്ന ലെവലിൽ ഒരു ലോയറിന് ഉള്ള മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പോയിന്റ്സ് ഒക്കെ എഴുതി ആ പേപ്പർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു ഇതാണ്. അത് ഇപ്പം AI ഏറ്റെടുത്തു. പക്ഷെ ആ ഒരു കേസിന്റെ പോയിന്റ് പറയാൻ കഴിവുള്ള സീനിയർ വക്കീല്, അത് പുള്ളിയുടെ ജീവിത എക്സ്പീരിയൻസിൽ നിന്നും കോടതിയിൽ നിന്നും പുള്ളിക്ക് കിട്ടിയ കഴിവുകളും കോൺഫിഡൻസും ബേസ് ചെയ്താണ് അത് വരുന്നത്. അപ്പം ആ ഒരു സീനിയർ ലെവലിലോട്ടാകാനും താഴെയുള്ള ആളുകളെ ഗൈഡ് ചെയ്യാനും ചുറ്റുമുള്ള സമൂഹത്തിൽ പ്ലസന്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു കൊച്ചിന്റെ കഴിവിനെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് അടി കൊടുത്ത് നമ്മൾ അവനെ പഠിപ്പിച്ചു എന്ന് പറയുന്നതിൽ അതൊരു നമ്മളുടെ ഒരു രാജ്യത്തിന്റെ ഒരു ഇതാണ് കുഴപ്പമായിട്ട് ഞാൻ പറയും. നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ, ഇന്ത്യയിൽ വരുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, നമ്മുടെ ഇവിടുന്ന് പൊങ്ങി വരുന്ന ആളുകളുണ്ട്, പക്ഷെ ഇത്രയും പോപ്പുലേഷൻ ഉള്ള നമ്മുടെ രാജ്യത്ത് നിന്ന് ഇത്രയും പേര് പൊങ്ങി വന്നാൽ മതിയോ എന്നുള്ളതാണ് അവിടെ വരുന്ന ചോദ്യം. എസ്പെഷ്യലി വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് നമ്മുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 വയസ്സാണ്. അവിടുന്ന് നമ്മൾ വർക്കേഴ്സിനെ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ലീഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്, അല്ലേ? അപ്പം ഈ ഫാക്കൽറ്റീസ് ഇല്ലാതാക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷെ അടി കൊടുത്താൽ മാറുന്നതല്ല ഡിപ്രഷനും ആങ്സൈറ്റിയും. അടി കൊടുത്താൽ കൂടുന്നതാണ് ആങ്സൈറ്റിയും ഡിപ്രഷനും. ഇപ്പം ആ ഒരു കണക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ടേമിൽ കൊച്ച് നല്ലോണം ആ സബ്ജക്റ്റിൽ പെർഫോം ചെയ്യുമായിരിക്കും. പക്ഷെ അതിന്റെ മനസ്സിലുണ്ടാവുന്ന മുറിവുകൾ പെർമനന്റ് ആണ്, എസ്പെഷ്യലി 7 വയസ്സിന് മുമ്പ്. ഓക്കെ, താങ്ക് യു. ശ്രോതാക്കൾക്ക് ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാം.
അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാമോ? പറഞ്ഞ മൊത്തം സാരാംശത്തിൽ എന്തെങ്കിലും ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇത് അവസാനിപ്പിക്കാം. ഡോക്ടർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിച്ചത്. ഇപ്പൊ നമ്മൾ ഈ അടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എന്റെ ചിന്തയിൽ ഉം, കൂടെ പോയൊരു കാര്യമാണ്. ഉം, അതായത് ഇപ്പം ഈ ഡ്യുവൽ ഓട്ടിസം, അങ്ങനെ കുറെ ഓട്ടിസത്തെ പറ്റിയുള്ള കുറച്ച് ഓട്ടിസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ട്. അവര് ഉം, ഇപ്പൊ നമ്മള് ഓട്ടിസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ABA തെറാപ്പിയാണ് ഞാൻ ജീവിക്കുന്ന രാജ്യത്ത്. ഉം, അപ്പം ഉം. ഞാനിങ്ങനെ കേട്ടു, ജുവലില് ഫോഴ്സ് ചെയ്യും പിള്ളേരെ, അത് ഇവൻ അടിക്കുക പോലും ചെയ്യും എന്നാണ് ഞാൻ കേട്ടത്. അതായത് അവരുടെ ബിഹേവിയറിൽ മാറാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാ ശരിയാകുന്നത്? അത് ശരിയല്ല. ഓട്ടിസം ഉള്ള ഒരു കൊച്ചിന് അതിനൊരു പെർട്ടിക്കുലർ രീതിയിൽ മാത്രമേ അതിന്റെ മനസ്സ് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. അപ്പം അതിന് റെപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ്, പെർട്ടിക്കുലർ പാറ്റേൺ. പക്ഷെ എന്നാൽ ചില കുട്ടികളുണ്ട് എക്സ്ട്രീം ജീനിയസ് ആയിട്ടുള്ള, അതായത് പെർട്ടിക്കുലർ ആസ്പെക്ട്സിൽ വളരെയധികം, അതായത് കണക്കിൽ ഭയങ്കര നന്നായിട്ട് വരും, അല്ലെങ്കിൽ അവർ നല്ല ആർട്ടിസ്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ നല്ല സയൻറ്റിസ്റ്റുകളായിരിക്കും. കാരണം അവരുടെ ബ്രെയിൻ ആ രീതിയിൽ വയേർഡായിട്ട് വരും. ഓട്ടിസം ഉള്ള ഒരു കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസം സ്പെക്ട്രം ആണത്. അതിന്റെ ഒരു വൺ എൻഡ് ഓഫ് ദ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ നോക്കുന്നത് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത, മിണ്ടാൻ പറ്റാതെ ആളുകൾ വരുമ്പോൾ ശബ്ദം മാത്രം ഉൾക്കൊള്ളുന്ന വീൽ ചെയർ ബൗണ്ട് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. അവരടുത്ത ആള് വരുമ്പോഴത്തേക്കിനും ഉറക്കെ ശബ്ദം വെച്ച്, കാരണം ആ പുതിയൊരാൾ വരുമ്പോഴുള്ള പേടി. അപ്പം അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. ഓക്കെ, നമ്മൾ ആസ്പെർഗസ് സിൻഡ്രോം എന്ന് പറയുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേരും ഉണ്ട്. പക്ഷെ അവർ ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ മാത്രമേ അവർക്ക് ആ ബ്രില്യൻസ് കാണത്തുള്ളൂ. അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻസിന് കുഴപ്പങ്ങൾ കാണും. അവർക്ക് ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റില്ല. ആളുകളുടെ ഇമോഷൻസ് അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരെ അടിച്ചു പഠിപ്പിക്കുക എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ദ കറക്റ്റ് തിങ്. നിങ്ങൾ ഏത് രാജ്യത്താണ്? എന്റെ രാജ്യത്തെ കാര്യമല്ല പറഞ്ഞത്. എന്റെ രാജ്യത്ത് ABA തെറാപ്പിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഓക്കെ. ഇന്ത്യയിൽ പലയിടത്തും ഈ കേരളത്തിൽ ഇപ്പൊ കുറെ സെന്റേഴ്സ് തുറന്നിട്ടുണ്ട്. അപ്പൊ അവര് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും, അടിക്കും, അതായത് ബിഹേവിയറിൽ മാറ്റാൻ വേണ്ടി. ഇപ്പൊ ബിഹേവിയറൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം പലരും തലയിടിക്കുക, ഉപദ്രവിക്കുക, ഇടിക്കുക, ലോട്ട് ഓഫ് ബിഹേവിയേഴ്സ്. അപ്പൊ ആ ബിഹേവിയറിൽ മാറ്റാൻ വേണ്ടി ഇവര് കുഞ്ഞു പിള്ളേരെ ശിക്ഷിക്കും എന്നാണ് ഞാൻ കേട്ടത്. അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അല്ലേ? ഉം. അപ്പം ഓക്കെ. അതൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് ചോദിച്ചതാണ്. ഇങ്ങനെ ഒരു അത് കാര്യം വളരെ ചെയ്യുന്നത് കൊണ്ട് ഈ പിള്ളേർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? കാരണം ഇപ്പത്തെ ശരിക്കും സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിയാൽ മതി. നമ്മള് ഉം, പല തരത്തിലുള്ള ഓട്ടിസം തെറാപ്പികളെ പറ്റി ഇവരിങ്ങനെ പരസ്യം ചെയ്യുന്നുണ്ട്. ആ, അതായത് പോരടിക്ക് എന്താണ് ന്യൂറോ ലിങ്ക് മ്യൂസിക്. ആ, ഇതിന് സയന്റിഫിക്കലി യാതൊരു അടിത്തറയില്ല. ABA തെറാപ്പി അല്ലാതെ വേറൊരു സാധനം ആയിട്ട് ബന്ധമില്ല. സ്പീച്ച് ഇന്റർവെൻഷൻ, അതായത് നമ്മുടെ ബിഹേവിയറിൽ സ്പീച്ച് ട്രെയിനിങ്, ഇതാണ് ഇതിന്റെ മെയിൻ സാധനം. അതെ. ആ പക്ഷെ ഇതല്ലാതെ വേറെ പല സാധനങ്ങളും ആളുകൾ ഇറക്കുന്നുണ്ട്, ആളുകൾ പ്രയോഗിക്കുന്നുണ്ട്. ഇനി കേരളത്തിൽ ഹോമിയോ മരുന്നുണ്ട്, ആയുർവേദ മരുന്ന് വരെയുണ്ട്. ഉം. അപ്പം ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. കാരണം എന്താണ് ഈ അസുഖം, എന്തിനെയാണ് ഇവർ ചികിത്സിക്കാൻ പോകുന്നത്. നസ്യമൊക്കെ ചെയ്താൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ട്. ആ. ഉം. അത് ഇതിനകത്ത് ഒരു സയന്റിഫിക് ബേസിസും ഇല്ല. അത് മാത്രമല്ല, അതൊരു ടോർച്ചറാണ് നസ്യം എന്നൊക്കെ പറയുന്നത്.
ആയുർവേദത്തില് കുറെ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. ഇപ്പം എസ്പെഷ്യലി പല ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് ആയുർവേദം ഭയങ്കര നല്ലോണം അത് വരും, ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, അത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതുപോലെ നസ്യം ചെയ്യുക അല്ലെങ്കിൽ ചിത്തഭ്രമത്തിന് ട്രീറ്റ് ചെയ്യുക, അതൊക്കെ ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. അത് ഈ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി പ്രോബ്ലംസിന് ഒരു എക്സ്റ്റെന്റ് വരെ ഫിസിക്കൽ ടോർച്ചർ കൊടുക്കുമ്പോൾ അയ്യോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം ആവുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുമായിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ കുട്ടികൾ അത് ചെയ്യുന്നത് വളരെ തെറ്റാണ്. അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. നമുക്ക് അത് കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. ഡോക്ടറെ, അപ്പം നേരത്തെ ഇപ്പോൾ ഓട്ടിസത്തിൻ്റെ ഇത് പറഞ്ഞപ്പോഴാണ് ഈ കുട്ടികൾ കാണുന്ന ഒരു ഓവർ ആങ്സൈറ്റി ഒക്കെ, അപ്പം അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? നോർമലായിട്ട് കുട്ടികളിൽ ആങ്സൈറ്റി ഒക്കെ വരാറുണ്ട്, അതും ഈ അതെ, ബാക്കിയുള്ളതായിട്ടൊക്കെ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ. കുട്ടികൾ കാണുന്ന ആങ്സൈറ്റിയുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധക്കുറവാണ്. അപ്പം അവർക്ക് ഒരു ടോപ്പിക്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റാതെ ചാടി ചാടി നിൽക്കുക എന്നുള്ളത്. അതിപ്പം നമ്മളൊരു ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ ബ്രൗസ് ചെയ്യുന്നത് പാറ്റേൺ നോക്കിയാൽ മതി. ഇപ്പൊ കുട്ടി ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ എടുത്ത് വെച്ച് അത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ലെസ് ലൈക്ലി ആൻ ആങ്സൈറ്റി ഫീച്ചർ. അതേസമയം ഒരു റീലിൽ നിന്ന് വേറെ റീലിലോട്ട് ബ്രൗസ് ചെയ്ത് അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ലൈക്ലിഹുഡ് ഓഫ് ബീങ് ഒരു ആങ്സൈറ്റി ഫീച്ചർ വരാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ റിജക്റ്റ് ചെയ്യും. അതായത് കൂട്ടത്തോടുള്ള കളികൾ, അവിടെയൊന്നും ഈ കുട്ടിക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് തൻ്റെതായ സ്ഥാനം ആ ടീമിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു കഴിവ്, അത് നമ്മുടെ ഹ്യൂമൻ നെഗോസിയേഷൻ്റെ ഒരു പാർട്ടാണ്. അപ്പം ആ ഒരു ടീമിൽ തൻ്റെതായ ഒരു പാർട്ട് ഉണ്ടാക്കുക എന്നുള്ള ഇത് ആ കുട്ടിക്ക് പറ്റാതെ വരും. പിന്നെ അകാരണമായ പേടി, അതായത് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റാതിരിക്കുക, ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഭയം കാണിക്കുക, അത് ഒരു ഇഷ്യൂ ആവാം. പിന്നെ ടീനേജിലോട്ട് കിടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതമായ വൃത്തി, അമിതമായ ഭക്തി, എന്തും അമിതമായ രീതിയിൽ അല്ലെങ്കിൽ വരിക, അത് ഒരു ആങ്സൈറ്റിയുടെ ഫീച്ചർ ആവാം. ഇങ്ങനെയാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഈ ആങ്സൈറ്റി വരുമ്പോൾ, ശ്രദ്ധക്കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിത്തത്തിൽ ബാക്കിലോട്ട് പോകാം. പെർഫോമൻസ്, അക്കാഡമിക് പെർഫോമൻസ്, പിയർ പെർഫോമൻസും കുറയാം. ഓക്കെ കേക്കാവോ ഓക്കെ, അനിൽ? താങ്ക് യു. കേക്കാവോ? കേൾക്കാം. ഓക്കെ ഓക്കെ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഒറ്റ ചോദ്യം അതിനകത്ത് നിർത്താം. അതായത് ഒരു കുട്ടിയുടെ അവന്റെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ആ കുടുംബത്തിന് വലിയ പങ്ക്. കാരണം ഞാനൊരു അധ്യാപകനാണ്, ഈ കുട്ടികളുമായി അടുത്ത് ഇടപഴകുന്നതാണ്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്, ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഒന്നുകിൽ സെപ്പറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫാദർ തികഞ്ഞ ആൽക്കഹോളിക് ഡ്രങ്കാർഡായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്നത്. ആ കുട്ടികളെ നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുപോകാൻ സമൂഹം എന്നുള്ള നിലയിൽ അത് നമുക്ക്, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വളരെ കഷ്ടമാണ് ആ കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു 7 വയസ്സ് വരെയാണ് ഈ നമ്മുടെ സബ് കോൺഷ്യസും കോൺഷ്യസും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ സമയത്ത് അച്ഛനും അമ്മയും സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വളരെ വലിയൊരു ആങ്സൈറ്റിയാണ്. അപ്പം ആ കുട്ടികളുടെ മനസ്സ് ഈസ് ഹാർഡ് വയർഡ് ടു ടേക്ക് ദറ്റ് ആങ്സൈറ്റി. അതായത് നമ്മുടെ ലോകം അവസാനിക്കുന്നു എന്നുള്ള ഒരു തോന്നലുമാണ് ആ മനസ്സിൽ വരുന്നത്. അപ്പം ഈ കുട്ടികളെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട കെയർ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്.
കൂട്ടുകാരുമായിട്ട് കൂടുതൽ ഇവർ ഇന്ററാക്ട് ചെയ്യാനും കൂട്ടുകളികൾ, അതായത് ഒരു കോമൺ ഗോൾ ഉള്ള കളികളിൽ ഇവരെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ദാറ്റ് മേക്സ് എ ബെറ്റർ പേഴ്സ്പെക്റ്റീവ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഗ്രൂപ്പുമായിട്ട് എപ്പോഴും അസോസിയേറ്റ് ചെയ്യാൻ നിൽക്കുന്ന, കാരണം ഒരു സോഷ്യൽ ആനിമലാണ് മനുഷ്യൻ. അപ്പം ആ ഗ്രൂപ്പ് നിൽക്കുന്ന ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ട്രൂത്ത് ആ കൊച്ചിന് ഇല്ലാതായി. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിനൊരു കോമൺ ഗോളുള്ള ഗ്രൂപ്പ് ഗെയിംസ് കുട്ടി കളിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ഒരു വളരെ നല്ലൊരു എക്സാമ്പിളാണ് ഫുട്ബോൾ. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ടീമായിട്ട് കളിക്കുന്ന ഒരു കളിയാണ്. അപ്പം നമുക്കൊരു കോമൺ ഗോളുണ്ട്. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ പറയുന്നത്, ഓക്കെ, ഐ ഹാവ് പിയേഴ്സ് ടു സപ്പോർട്ട് മീ ആൻഡ് ഐ ഹാവ് എ കോമൺ ഗോൾ. അപ്പം അങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വളരെ രസകരമായ ഒരു സ്റ്റഡി നടന്നതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഡിപ്രഷനുള്ള ആളുകൾ, ആൻഡ് ഇവരെല്ലാരും കൂടെ ചേർന്ന് ഇവരെ കൂട്ടുകൃഷി ചെയ്തു. എവ്രിബഡി ഈസ് കൾട്ടിവേറ്റിംഗ്. എന്നിട്ട് ഇവരുടെ ഔട്ട്കം, അതായത് ഇവരുടെ സന്തോഷത്തിന്റെ ലെവല് പിന്നെ മെഷർ ചെയ്തപ്പോഴത്തേക്കിന് ഈ കൃഷിയിൽ ഏർപ്പെട്ട് കൂട്ടായി നിന്ന് കൃഷി ചെയ്ത ആളുകൾക്ക് അവരുടെ ഔട്ട്കം ഒരുപാട് ബെറ്റർ ആയി കണ്ടു. അപ്പം അത് വീണ്ടും നമ്മുടെ പ്രൈമോഡിയൽ ഇൻസ്റ്റിങ്സിലോട്ടാണ് അത് പോയിന്റ് ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് ഇസ് ഫോംഡ് ഫ്രം അവർ പ്രൈമോഡിയൽ ബ്രെയിൻ. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പുകളിൽ കൊച്ചിനെ കുറെ കൂടെ ഇന്ററാക്ട് ചെയ്യാം. അപ്പം അവൻ്റെ വേൾഡ് വേറൊരു രീതിയിൽ സപ്പോർട്ടീവായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ചോദിച്ചോട്ടെ? അതായത് ഒരു ഒരു അധ്യാപകന്റെ കയ്യിൽ കിട്ടുന്ന ആകെ 8 മണിക്കൂറാണ്. 8 മണിക്കൂറിൽ ക്ലാസ് ടീച്ചർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്നത് നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ 45 മിനിറ്റ് ആണ്. ഈ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആ കുട്ടി 8 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ സ്ഥിരമായി മദ്യപിച്ചു വരുന്ന ഒരു രക്ഷകർത്താവിന്റെ ആറ്റിറ്റ്യൂഡിനെ എത്ര പരിധി വരെ അധ്യാപകൻ എന്നുള്ള നിലയിൽ നമുക്കത്, കാരണം അവൻ ഏറ്റവും കൂടുതൽ സമയവും വീട്ടിലാണ് ചെലവഴിക്കുന്നത്. മിക്കവാറും എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാണ്, അതായത് അച്ഛനും അമ്മയും അച്ഛൻ മദ്യപിച്ചിട്ട് വന്നു ഈ കുഞ്ഞിന്റെ പുസ്തകമടക്കം തീ വെച്ച് കളഞ്ഞ സംഭവങ്ങൾ നമ്മളും, പിന്നെ ആ കുട്ടിക്ക് നമ്മൾ പുസ്തകമൊക്കെ മേടിച്ചു കൊടുത്തു, അത് വേറെ കാര്യം. പക്ഷെ എങ്കിൽ പോലും അതിലൊരു പരിമിതി നേരിടുന്നില്ല എന്നുള്ളതാണ് സംശയം. തീർച്ചയായിട്ടും അതിനൊരു പരിമിതി നേരിടുന്നുണ്ട്. പിന്നെ ഈ കൊച്ച് അൺസേഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞു, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പുസ്തകം കത്തിച്ച് കളയുക എന്നുള്ളത് വളരെ ഈ പറഞ്ഞ പോലെ കൊച്ചിനെ വളരെ ഉപദ്രവിക്കുന്ന ഒരു എൻവയറമെന്റ് ആണ് അവിടെ നിൽക്കുന്നത്. അതപ്പോൾ നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ വെച്ച് നമ്മൾ തേർഡ് പാർട്ടിയെ ഇൻവോൾവ് ചെയ്യിക്കുകയും, അതായത് നമ്മുടെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കലായിട്ട് അവിടെ നിൽക്കുന്ന ആളുകളെങ്കിലും നമുക്ക് മിനിമം ആയിട്ട് ഇൻവോൾവ് ചെയ്യിക്കുകയോ, അല്ലെങ്കിൽ നിയമപരമായിട്ട് പോലീസിനെ ഇൻവോൾവ് ചെയ്യിക്കുകയോ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചൈൽഡ് കെയറിനെ ഇൻവോൾവ് ചെയ്യിക്കുകയോ നമുക്ക് ചെയ്യാം. കാരണം അത് ചെയ്യാൻ പാടില്ല. ഒരു കൊച്ചു അയാൾ മദ്യപിച്ച് വന്നു, ഒക്കെ കൊച്ചിന് പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല കൊച്ചിനെ ഉപദ്രവിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത്. അത് റിപ്പോർട്ട് ചെയ്യുകയും ആ കൊച്ചിന് വേണ്ട ആ ഒരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന, നമ്മൾ തിരിച്ച് പുസ്തകം മാത്രം മേടിച്ചു കൊടുക്കുകയല്ല. അപ്പം നമ്മൾ ആ റെലവെന്റ് ആയിട്ടുള്ള അതോറിറ്റീസിനെ, ഓക്കെ, അതിന് മറ്റൊരു മുഖമുണ്ട്. നമ്മൾ ഇതിന് ഇറങ്ങി കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും പിന്നെ ഭാര്യയും ഭർത്താക്കളും ഒന്നാവും. പിന്നെ അങ്ങനെ ഒരു ഭാഗമുണ്ട്. പക്ഷെ നമ്മൾക്ക് അതുകൊണ്ട് ഇവരൊന്നായെങ്കിൽ നമുക്ക് ആ കൊച്ചിന് ബെറ്റർ ആയെങ്കിൽ അതല്ലേ നല്ലത്. പരിപാടിയാ നമ്മള് ഇത് ശരിക്കും ചൈൽഡ് സെന്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിയുമ്പോ അവർ രണ്ടുപേരും ഒന്നാണ് അവരുടെ മുമ്പിൽ. പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ. നമ്മൾ എന്താ ചെയ്യുക? അതൊരു ആൽക്കഹോളിക് സൈക്കിളാണ്. പുള്ളിക്ക് ഈ പറഞ്ഞതുപോലെ ചികിത്സ ആവശ്യമുണ്ട്. പുള്ളിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇടപെട്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അപ്പം റെലവെന്റ് ആയിട്ടുള്ള അതോറിറ്റീസിനെ നമ്മൾ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ
അതൊരു സ്പാർക്ക് ആയിരിക്കും പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് എടുക്കാനുമൊക്കെ. നല്ല മനസ്സുള്ള രാഷ്ട്രീയക്കാരോ കാണും, അവർക്ക് സംസാരിക്കാൻ പറ്റും, അതൊരു പോസിബിലിറ്റിയാണ്. പിന്നെ കുട്ടി ഈ സ്കൂളിൽ വരുമ്പോൾ കുട്ടിക്ക് നമ്മൾ ഈ കഴിവതും അവനെ ഒരു നല്ല ഗ്രൂപ്പിൽ നിർത്താൻ നോക്കുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഒരു കൺക്ലൂഷൻ പറയാവോ മൊത്തത്തിലായിട്ട്? ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ ഡിപ്രഷനുള്ള ആളുകളെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം മൂക്കടഞ്ഞിരിക്കുന്നവന്റെ അടുത്ത് പെർഫ്യൂം കടയിൽ കൊണ്ടുപോകുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ ആ മൂക്ക് തുറക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലാതെ നല്ലവണ്ണം മണത്തു നോക്കൂ എന്നല്ല പറയേണ്ടത്. താങ്ക് യു സോ മച്ച്. ഇവിടെ ഓസ്ട്രേലിയയിൽ ഏകദേശം 1 മണിയായി. ഇത്രയും രാത്രിയിലും നമ്മളെ ഇന്ത്യൻ സമയം വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു 6 മണിക്ക് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളത് ചെയ്തത്. അപ്പം ഒരിക്കൽ കൂടെ വളരെ നന്ദി. ഈ വൈകിയ വേളയിലും ഇത്രയും നേരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇത്രയും വളരെ മനോഹരമായ ചോദ്യങ്ങൾക്ക് മനോഹരമായി തന്നെ ഉത്തരം നൽകി എന്നുള്ളതാണ് അതിലുള്ള സന്തോഷം. എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും ആൾത്തറ ഗ്രൂപ്പിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അനാമിക, വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ലഭിച്ച ജിജ ഉണ്ട്. already നന്ദി ഞാൻ പറഞ്ഞു ഒരു കഴിഞ്ഞു. പിന്നെ ചെറിയ കാര്യം മുഹമ്മദ്. ചോദിച്ചോട്ടെ? ഓക്കെ മുഹമ്മദ് എളുപ്പം. ഡോക്ടറെ, ചെറിയൊരു ഇതാണ്. അത് ഓൾറെഡി ഒരു 20 വയസ്സായ കുട്ടിയാണ്. പക്ഷേ ഹലോ, കേൾക്കാമോ ഡോക്ടറെ? കേൾക്കാം. 20 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ ഫുൾ ടൈം ഗെയിമിലാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ റീൽസ് ഇങ്ങനെ, ഞാനിപ്പോൾ വന്നുകൊണ്ടാണ് കേട്ടോ, ചിലപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു കാണും. അപ്പോൾ റീൽസ് ഫുൾ ടൈം, ഐ മീൻ എപ്പോഴാണോ ഉണരുന്നത് ആ സമയം തൊട്ട് തന്നെ ഫോൺ അഡിക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ആയി. ഇവരെ നമുക്ക് ഇതിനകത്തു നിന്ന് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഈ ADHD ആണോ എന്താണെന്ന് അറിയില്ല, എന്താ സാറ് അതിനെന്താണ് ഒരു പോംവഴി? അല്ല, ഇത് ആങ്സൈറ്റിയുടെ ഒരു പാർട്ട് തന്നെ ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് ബ്രൗസ് ചെയ്യുന്നത് ഒരു ആങ്സൈറ്റി റെസ്പോൺസിന്റെ പാർട്ടായിട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അഡിക്ഷൻസ് വരാം, പെട്ടെന്നുള്ള ഡോപ്പമിൻ കിട്ടാനുള്ള ഇതിന് വേണ്ടിയിട്ട്. സോ അതിൻ്റെ നമ്മൾ മെയിൻ സ്റ്റെപ്പായിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കുറച്ചുണ്ട്, പിന്നെ നമ്മൾ മെഡിക്കേഷൻസും ഉണ്ട്. അപ്പം എസ്പെഷ്യലി നമ്മുടെ പഠിത്തത്തിലോട്ടൊക്കെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ, പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, സെൽഫ് കെയർ കുറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ മെഡിക്കേഷൻസ് പ്ലസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് നമ്മളത് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു റുട്ടീൻ ഉണ്ടാക്കുക, നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, പിന്നെ നമ്മുടെ ഉറക്കം, ഇത്രയും കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രൗസ് ചെയ്യുന്ന ഇത് കുറയുകയും, പിന്നെ ഇത് എന്നിട്ടും കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മരുന്ന് എടുക്കേണ്ട വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് റെലവെന്റ് ആയിട്ട് നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് അതിന്റെ മരുന്ന് കറക്റ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതിനകത്ത് വേറൊരു പ്രോബ്ലം ഉള്ള താങ്ക് മടി, യു ഡോക്ടർ. അലസത. നമുക്ക് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരും. നമുക്ക് കുഞ്ഞുങ്ങളെ അടിക്കാനോ ഒന്നും പറ്റില്ലല്ലോ, വഴക്ക് പറയാനും പറ്റില്ല. നമ്മൾ കുറേയൊക്കെ വിട്ട് അങ്ങ് പോകും. ഒരു കാര്യവും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ പിന്നെ ആകെ ഒരു വിഷയമാണ്. ഓക്കെ ഡോക്ടർ, എനിവേ താങ്ക്സ്. ഡോക്ടറെ നമസ്കാരം. അതെ, നമുക്ക് ഡോക്ടറെ ഈ ഇപ്പൊ പറഞ്ഞതേ, ഹലോ ഡോക്ടറെ കേൾക്കാമോ? ജോ ക്വസ്റ്റ്യൻ ആണോ? കേട്ടില്ല. അതെ ചോദ്യം ഡോക്ടറെ ചോദിക്കാനാണോ? അതെ ഡോക്ടറെ ഇപ്പൊ പറഞ്ഞത് ഒരു മിനിറ്റ്. ഡോക്ടർ ഈ പറഞ്ഞത് ഇപ്പം ഈ ആങ്സൈറ്റിയെ കുറിച്ച് പറഞ്ഞത് ഈ ബ്രൗസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഈ ക്ലബ് ഹൗസ് പോലുള്ള മീഡിയകൾ ലോങ് ടൈം ഉപയോഗിക്കുന്നത് അതിന്റെ ഭാഗം ആയിട്ട് വരുന്നതാണോ, അല്ലെ വരുമോ? ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇത്രയും പേര് നമ്മൾ 2 മണിക്കൂറോളം ഒരു ടോപ്പിക്കിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലേ?
ഞാൻ ബ്രൗസ് ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ക്ലബ് ഹൗസിൽ ഒരു റൂമിൽ നിന്ന് 2 വാക്ക് കേട്ട് അടുത്ത റൂമിലോട്ട് പിന്നെയും ചാടിപ്പോയി അങ്ങനെ ചെയ്യുന്നതാണ് ബ്രൗസിങ്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ നമ്മുടെ പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ കുട്ടികളെ അടിച്ച് അല്ല ഒന്നുണ്ടെങ്കിൽ ഒലക്കൊക്കെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് വളർത്തുന്ന ഒരു പേരൻസ് ആണല്ലോ നമ്മുടെ ഇവിടെ ഇപ്പൊ ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു അതെ. മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ശരിയാണോ ഡോക്ടറുടെ അഭിപ്രായത്തില്? അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് കൂടുതലും ജോലിക്കാരുണ്ടാവുന്നത്. ഡോക്ടറെ ഞാൻ നല്ല സംശയം ചോദിച്ചോട്ടെ? ഞാൻ വേറൊരു കാര്യം ചോദിച്ചു. എനിക്ക് സംശയമാണ്. അതായത് ഇപ്പോ ഞാനിത് ഒരു സ്കൂളിൽ ഇത് ചോദിച്ചപ്പോൾ അതായത് നമ്മുടെ രാജ്യത്തു നിന്നാണ് കൂടുതൽ ജോലിക്കാരുണ്ടാവുന്നത്. അതായത് കുറച്ചുകൂടെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാല് സിഇഒസ് ലോകത്തിലെ ഫോർച്യൂൺ 500 സിഇഒസ് എല്ലാം ഇന്ത്യക്കാരാണ്. പക്ഷെ മുതലാളിമാരെല്ലാം വെള്ളക്കാരുമാണ്. അപ്പൊ നമ്മൾ ഈ ജോലി ചെയ്യാൻ പ്രാപ്തരായി ആ പീഡനം കൊണ്ടാണോ ഈ ഒബേ ഓർഡർ എന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ പ്രാപ്തരാകുന്നത്? ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണോ? അത് ജീവിക്കാൻ പ്രാപ്തരാവുകയാണോ അതോ നമ്മുടെ ഫാക്കൽറ്റീസ് ടൈ അപ്പ് ചെയ്യുകയാണോ? അതിന് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവും കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര യൂസഫ് അലിമാര് വന്നിട്ടുണ്ട്? കുറവാ. ഓക്കെ, കുറവാ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. പക്ഷെ അതേസമയം നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ മലയാളികൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കാണും അല്ലേ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ജോലിക്ക് കാണും. അത് ഈ പറഞ്ഞതുപോലെ വി വെയർ മേക്കിംഗ് എ ജനറേഷൻ ഓഫ് വർക്കേഴ്സ്. നമ്മുടെ തൊട്ടപ്പുറത്തെ രാജ്യമായ ചൈനയിലും അത് തന്നെയാണ് സംഭവിച്ചത്. ദേ മെയ്ഡ് എ ജനറേഷൻ ഓഫ് വർക്കേഴ്സ്. ഒരു 90s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസും ഒക്കെ വന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രാജ്യത്ത് ആ ബോട്ട് മിസ് ചെയ്തു. അപ്പം വി ഡിഡൻ ഗോ ഇൻ ടു മാനുഫാക്ചറിങ്. ഇത്രയും എഞ്ചിനീയേഴ്സിനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ എഞ്ചിനീയേഴ്സ് പലരും ഇപ്പം എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഇപ്പൊ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അവർ ബാങ്ക് അക്കൗണ്ടന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവർ പഠിച്ചത് വേറെ, ചെയ്യുന്ന ജോലി വേറെ. സോ അപ്പം ആ ഒരു ആസ്പെക്റ്റും ഉണ്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ അവിടെ ഓസ്ട്രേലിയയിൽ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, 1 മണി കഴിഞ്ഞു എന്നാണ് നേരത്തെ പറഞ്ഞത്. ഉം. അപ്പോൾ ഇനിയൊരു ഉം. പാസ്റ്റർ നന്ദി പ്രകടനം. ഷായ് പാസ്റ്റർ ഫ്രീ ആണോ? ഹലോ, എന്നോടാണോ? അതെ പാസ്റ്റർ. ഓക്കെ ഓക്കെ. ഞാൻ ആക്ച്വലി ഒരു വേറെ പ്രോഗ്രാമിലായിരുന്നു, അത് നടന്നുകൊണ്ടിരിക്കുക, അതിനിടയ്ക്കാണ്. എന്തായാലും ഇന്നത്തെ കുറേ ഭാഗം ഞാൻ ശ്രദ്ധിച്ചു. വളരെ ഒരു എന്താ പറയുന്ന ഒരു നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. ഇതിനിയും വരും ദിവസങ്ങളിലൊക്കെ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ ഗുണം ദൈവം എല്ലാ നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് ഇത് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത പ്രിയ ഡോക്ടറോടും ഉള്ള നന്ദി അറിയിക്കും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിക്കുന്നതൊപ്പം എൻ്റെ പ്രാർത്ഥന എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഇനിയും ഇതുപോലുള്ളതായിരിക്കുന്ന പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുവാൻ തക്കോണം സർവേശ്വരൻ സർവ്വകൃപയും ശക്തിയും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക്. താങ്ക് യു. ഓക്കെ, അപ്പം ശരി, എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.